Resume ചെയ്യാം. അപ്പം മെയിൻലി പറയേണ്ട കാര്യങ്ങൾ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിയെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് വി ഹാവ് ടു ഡിഫൈൻ ദി ടേംസ്. മെയിൻലി ഡെഫിനിഷൻ യൂസ്ഡ് ബൈ ബ്രയൻ ഫാഗന്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിന്റെ ഡെഫിനിഷൻ ഉണ്ട്, അതും യൂസ് ചെയ്യുക. 3 പ്രധാനപ്പെട്ട ഗോൾസ്, 3 മേജർ ഗോൾസ് ഓഫ് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി കൊടുത്തിട്ടുണ്ട്, അതും ഓർത്ത് വയ്ക്കും. ഓക്കെ, ടു കണ്ടിന്യൂ വിത്ത് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി, അതിന്റെ ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ഈ സബ്ജക്ട് ഡെവലപ്പ് ആയി? നമ്മൾ 2 ബ്രാഞ്ചസിന്റെ ഡെവലപ്മെന്റ് കണ്ടായിരുന്നു, ബയോളജിക്കലിനെയും കണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മള് സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജിയുടെ ഡെവലപ്മെന്റും കണ്ടായിരുന്നു. അപ്പം ഇനി നോക്കേണ്ടത് വി ഹാവ് ടു ലുക്ക് അപ്പോൺ ദി ഡെവലപ്മെന്റ് ഓഫ് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. അപ്പം എങ്ങനെയാണ് ഡെവലപ്മെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത് ആക്ച്വലി തുടങ്ങുന്നത്, ഈ ആർക്കിയോളജിയുടെ ഇൻട്രസ്റ്റ് തുടങ്ങുന്നത് മെയിൻലി നമ്മൾ കൾച്ചറിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി അല്ല ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ടു അണ്ടർസ്റ്റാൻഡ് എനി പാസ്റ്റ് സൊസൈറ്റിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളല്ലായിരുന്നു ആദ്യ സമൂഹത്തിലുള്ളത്. ഫസ്റ്റ് തുടങ്ങിയ സമയത്തൊക്കെയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു പണക്കാരായിട്ടുള്ള ആളുകൾ, ഒരുപാട് റിച്ച് ആയിട്ടുള്ള ആളുകളുടെ ഒരു ഹോബി ആയിരുന്നു ആക്ച്വലി ടു കളക്ട് ദീസ് ഏൻഷ്യന്റ് ആന്റിക്വിറ്റീസ്, പഴയ ആയിട്ടുള്ള റിലീക്കുകള്, പഴയ പണ്ട് ഉള്ള എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ടൂൾസും യൂട്ടൻസിൽസും കേട്ടോ, വെപ്പൺസും കേട്ടോ. അപ്പൊ അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നതും ഒക്കെ ഒരു 17th സെഞ്ചുറി 16th സെഞ്ചുറി യൂറോപ്യൻസിന്റെ ഒക്കെ ഒരു ഹോബി ആയിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി ഇതിനുണ്ട്. അപ്പം ഈ എക്സ്കവേഷൻ അല്ലെങ്കിൽ എക്സ്കവേറ്റേഴ്സ് ഒക്കെ ആക്ച്വലി എക്സ്കവേറ്റ് ചെയ്ത് ഇങ്ങനെയുള്ള പണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ടൂൾസും യൂട്ടൻസിൽസും ഒക്കെ വിൽക്കും കേട്ടോ. അങ്ങനെയാണ് ഇതൊരു, അങ്ങനെ ഇൻട്രസ്റ്റ് ഇതിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിനൈസാൻസിന്റെ സമയത്ത്, അതായത് ഒരു 15th സെഞ്ചുറി 16th സെഞ്ചുറി കാലഘട്ടത്തിലൊക്കെ ഏൻഷ്യന്റ് ഗ്രീസിനെ റോമിനെ പറ്റിയൊക്കെ അറിയാനായിട്ട് വലിയൊരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു റിനൈസാൻസിന്റെ പീരീഡിൽ എമംഗ് ദി യൂറോപ്യൻസ്. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ ആ ഏൻഷ്യന്റ് ആയിട്ടുള്ള ഗ്രീസിന്റെ റോമിന്റെയും കൾച്ചറും കാര്യങ്ങളും അവരുടെ പാസ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്തും എക്സ്കവേഷൻ ആക്ടിവിറ്റീസ് അതുകൊണ്ടും നടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ 2 മെയിൻ റീസൺസ് ആണ് നമുക്ക് ഒരു എവല്യൂഷൻ ഓഫ് ആർക്കിയോളജി അല്ലെങ്കിൽ ആർക്കിയോളജിയുടെ എവല്യൂഷൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഒരു കാരണം എന്തായിരുന്നു, ടു അണ്ടർസ്റ്റാൻഡ് ദി ഏൻഷ്യന്റ് ഗ്രീസ് ആൻഡ് റോം. ഓക്കെ, മറ്റൊരു റീസൺ എന്തായിരുന്നു, ടു ദി ഹോബി ഓഫ് റിച്ച് കേട്ടോ, ഹോബി ഓഫ് ദി റിച്ച് പീപ്പിൾ ടു കളക്ട് കേട്ടോ ദീസ് ആന്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. അപ്പം ഈ ഇങ്ങനെയുള്ള ആളുകൾ കളക്ട് ചെയ്ത് വെക്കുന്നതിന്റെ കൊണ്ട് തന്നെ അവർ ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി. ദീസ് വെൽത്തി മെൻ ബിൽഡ് അപ്പ് പ്രൈവറ്റ് കളക്ഷൻസ്, വലിയ പ്രൈവറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ അവർ ബിൽഡിങ്സിലൊക്കെ എന്ത് ചെയ്തു, സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങി. ഈ കിട്ടിയ യൂട്ടൻസിൽസും കാര്യങ്ങളൊക്കെ ദേ സ്റ്റാർട്ടഡ് ടു സ്റ്റോർ ദീസ് തിങ്സ് ഇൻ എ ബിൽഡിംഗ് ആൻഡ് ലേറ്റർ ഓൺ അത് എന്തായി മാറി, മ്യൂസിയംസ് ആയിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഈ ഏൻഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന മ്യൂസിയംസ് ആയിട്ട് പിന്നീട് അത് ചേഞ്ച് ആയി. ഓക്കെ, ഇതാണ് ഡെവലപ്മെന്റിന് ആദ്യം നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. പിന്നീട് അങ്ങനെ ആദ്യമായിട്ട് വന്നൊരു മ്യൂസിയം ആയിരുന്നു അഷ്മോളിയം മ്യൂസിയം ഓഫ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ അസ്മോളിയം മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം ആണ് അങ്ങനെ ആദ്യമായിട്ട് വരുന്നത് ഇൻ 1683 കേട്ടോ. അപ്പൊ ഇവിടെ ഒരുപാട് ഒബ്ജക്ട്സ് ഓഫ് ക്ലാസിക്കൽ ആർട്ട് വർക്ക്, പഴയ എക്സ്കവേറ്റ് ചെയ്ത് കിട്ടിയ പഴയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബുക്സ് ഇൻക്ലൂഡിങ് ബുക്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ ഒരു വലിയ ഡെവലപ്മെന്റ് സംഭവിച്ചത് ഒരു 1797 ജോൺ ഫ്രയർ എന്ന് പറഞ്ഞൊരു ഫാർമർ, അദ്ദേഹത്തിന് കുറച്ച് ടൂൾസ് കിട്ടി, അക്യൂലിൻ ടൂൾസ് കേട്ടോ. അക്യൂലിൻ ടൂൾസിനെ പറ്റി ഇപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്ക് പാലിയോലിറ്റിക് കൾച്ചർ പഠിക്കാനുണ്ട് കേട്ടോ, സിലബസിലുണ്ട് പാലിയോലിറ്റിക് കൾച്ചർ. അപ്പം അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക്, അപ്പം അത് പഠിക്കാൻ നേരത്ത് യു വിൽ ഗെറ്റ് ടു നോ വാട്ട് ഈസ് അക്യൂലിൻ ടൂൾസ്. പാലിയോലിറ്റിക് കൾച്ചറിനകത്ത് സം ഓഫ് ദി ടൂൾസിന്റെ നെയിം ആണ് ഓൾഡ് ഓവൻ ടൂൾസ്, അക്യൂലിൻ ടൂൾസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അന്നേരം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള അക്യൂലിൻ ടൂൾസ് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫാർമറിനാണ് കിട്ടിയത്. അദ്ദേഹം പഴയ ഹാമർ ഒക്കെയാണ് കേട്ടോ, പണ്ടത്തെ ആളുകൾ യൂസ് ചെയ്തിരുന്ന കല്ലുകളും
ഹാമറുകളൊക്കെയാണ് കേട്ടോ. അപ്പൊ അങ്ങനത്തെ ടൂൾസ് കിട്ടിയത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അത് സൊസൈറ്റി ഓഫ് ആന്റിക്വിറ്റീസ് പറഞ്ഞിട്ടൊരു മ്യൂസിയത്തിലേക്ക് എന്ത് ചെയ്ത് അയച്ചു. ലണ്ടനിലുള്ളൊരു സൊസൈറ്റിയാണ് അത്. പഴയ ഇങ്ങനത്തെ പഴയ മെറ്റീരിയൽസും ടൂൾസും ഒക്കെ അതിനെപ്പറ്റി അനലൈസ് ചെയ്ത് സ്റ്റഡി ചെയ്യുന്നൊരു സൊസൈറ്റിയാണ് സൊസൈറ്റി ഓഫ് ആന്റിക്വിറ്റീസ്. അങ്ങോട്ടേക്ക് എന്ത് ചെയ്തു, ഈ ടൂൾസ് സെറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഫിഗറിൽ കാണുന്നതാണ് നാഷണൽ മ്യൂസിയം. നിലവിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഓക്കെ, ആൻഡ് ലേറ്റർ ഓൺ 19th സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ആർക്കിയോളജി ക്ലിയർലി ഒരു ഡിസിപ്ലിൻ ആയിട്ട് മാറി. അതായത് ഒരു ക്ലിയർലി ഒരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് ഒരു 19th സെഞ്ചുറി ഒക്കെ ആയപ്പോഴത്തേക്ക് ആർക്കിയോളജി ഡെവലപ്പ് ചെയ്തു. ഓക്കെ, അപ്പം ഒരു ലാസ്റ്റ് ഡിക്കേഡ്സ് ഓഫ് 19th സെഞ്ചുറി, അതായത് പോസ്റ്റ് 1850s കേട്ടോ, 1850സിന് ശേഷം ഇത് ഭയങ്കരമായിട്ട് പോപ്പുലറായി. ഒരുപാട് എക്സ്കവേഷൻസ് ലോകത്തിന്റെ പല ഭാഗത്തും എന്ത് ചെയ്തു, നടന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് വൺ ഓഫ് ദി മേജർ ആയിട്ടുള്ളൊരു ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് 1850s നിയാൻഡർതാൽസിന്റെയും ട്രയോപിത്തക്കസിന്റെ ഒക്കെ എന്ത് ചെയ്തു, ഫോസിൽസ് നമുക്ക് കിട്ടി കേട്ടോ. നിയാൻഡർതാൽസിനെ ട്രയോപിത്തക്കസിന്റെ ഒക്കെ കേട്ടോ, അതോടെ ഓർത്ത് വയ്ക്കാം. ആ സമയത്ത് നടന്നൊരു മേജർ ഡെവലപ്മെന്റ് ആണ്. അതിനോടൊപ്പം തന്നെ വൺ ഓഫ് ദി അതർ മേജർ ഡെവലപ്മെന്റ് ഇൻ ആർക്കിയോളജി ഇസ് ദി ഡെവലപ്മെന്റ് ഓഫ് 3 ഏജ് സിസ്റ്റം കേട്ടോ. 3 ഏജ് സിസ്റ്റം എന്നത് സിസ്റ്റം 3 ഏജ് സിസ്റ്റങ്ങളൊന്നും ഇല്ല. അയൺ ഏജ്, ബ്രോൺസ് ഏജ്, സ്റ്റോൺ ഏജ്. ഈ 3 ഏജ് ആയിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ മ്യൂസിയത്തിലുള്ള ടൂൾസ് ഒക്കെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്യാൻ തുടങ്ങി. മ്യൂസിയത്തിൽ ലൊക്കേറ്റ് വെച്ചിട്ടുള്ള, അതായത് പല പല ആന്റിക് മ്യൂസിയത്തിൽ വെച്ചിട്ടുള്ള ടൂൾസ് ഒക്കെ ഈ 3 ഏജ് ആയിട്ട് എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. അതാണ് ഒരു മേജർ ആയിട്ടൊരു ഡെവലപ്മെന്റ് നടന്നത്. അങ്ങനെയാണ് 3 ടേംസ് വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ചെയ്ത വ്യക്തി ആക്ച്വലി ക്രിസ്ത്യൻ തോംസൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. നിങ്ങൾ ജസ്റ്റ് തോംസൺ എന്ന് ഓർത്താൽ മതി കേട്ടോ. ഇത്രയും പേര് ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ജസ്റ്റ് റിമെമ്പർ തോംസൺ. ഒരു ഡാനിഷ് ആയിട്ടുള്ളൊരു ആന്റിക്വയറിൻ ആയിരുന്നു അദ്ദേഹം. ഒരു പഴയ മെറ്റീരിയൽസിലൊക്കെ കളക്ട് ചെയ്യുന്നതിലും അതിനെപ്പറ്റി പഠിക്കുന്നതിലും ഒക്കെ എക്സ്പേർട്ട് ആയിരുന്നു കേട്ടോ. അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രധാന ജോലി മ്യൂസിയത്തിലുള്ള കൊണ്ടുവരുന്ന ആന്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, പഴയ ടൂൾസും യൂട്ടൻസിൽസും ഒക്കെ എന്ത് ചെയ്യണം, അത് കാറ്റലോഗ് ചെയ്യണം. അതൊക്കെ പ്രോപ്പർലി എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ജോലി. അങ്ങനെയാണ് അദ്ദേഹമാണ് ആക്ച്വലി 3 സ്റ്റേജ് ആയിട്ട് തിരിച്ചത്. ഒരു സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ് ആൻഡ് അയൺ ഏജ്. ഇങ്ങനെ 3 ടേംസും വരുന്നത് അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, അപ്പം ദാറ്റ്സ് ദി എവല്യൂഷൻ ഓഫ് ദിസ് 3 ടൂൾ ടെക്നോളജീസ്, 3 ഏജസ് കേട്ടോ. ആൻഡ് ലേറ്റർ ഓൺ ഇദ്ദേഹം തന്നെ ഒരു ഫർദർ ഒരു ഡെവലപ്മെന്റ് നടത്തി. അതായത് ഈ സ്റ്റോൺ ഏജിനെ അദ്ദേഹം ഓൾഡ് സ്റ്റോൺ ഏജും ന്യൂ സ്റ്റോൺ ഏജ് ആയിട്ട് വിളിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നമുക്ക് പാലിയോലിത്തിക് എന്നുള്ളതും വന്നു, അതേപോലെ നിയോലിത്തിക് എന്നുള്ളൊരു ടേം വരും. ബോത്ത് പാലിയോലിത്തിക് ആൻഡ് അദ്ദേഹം തന്നെയാണ് പാലിയോലിത്തിക്, അതായത് ഓൾഡ് സ്റ്റോൺ ഏജും ന്യൂ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ നിയോലിത്തിക്, ഈ 2 ടേമും ഇദ്ദേഹം തന്നെയാണ്, ഈ തോംസൺ തന്നെയാണ് എന്ത് ചെയ്തത്, ഈ 2 ടേമും ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ പാലിയോലിത്തിക്, നിയോലിത്തിക് എന്നുള്ള ടേം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ലേറ്റർ ഓൺ ദിസ് 3 ഏജ് സിസ്റ്റം വാസ് അക്സെപ്റ്റഡ് ഇൻ ദി വേൾഡ് വേൾഡ്. ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും എന്ത് ചെയ്തു, ലേറ്റർ ഓൺ ഈ 3 ഏജ് സിസ്റ്റം ആയിരുന്നു അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി ലീഡിങ് സ്കാൻഡിനേവിയൻ ആർക്കിയോളജിസ്റ്റ് എല്ലാം എന്ത് ചെയ്തു, ഈ 3 ഏജ് സിസ്റ്റം, അതായത് സ്റ്റോൺ ഏജ്, ബ്രോൺസ് ഏജ്, അയൺ എന്നുള്ള സിസ്റ്റമാണ് പിന്നീട് in order to classify the tools and the utensils that they used this system everywhere. Okay, later on അത് ഭയങ്കര പോപ്പുലർ ആയി. പിന്നീട് ഒരു ഇങ്ങനെ ടേം ആയിട്ട് എടുത്തു പറയുന്ന ലുബോക്ക് എന്നുള്ള തിങ്കർ ഉണ്ട് കേട്ടോ. ലുബോക്കിനെ ഓർത്ത് വയ്ക്കുക. ജോൺ ലുബോക്ക് ഈ ഓൾഡ് സ്റ്റോൺ ഏജിനെ പാലിയോലിത്തിക് എന്ന് വിളിച്ചു, ന്യൂ സ്റ്റോൺ ഏജിനെ നിയോലിത്തിക് എന്ന് വിളിച്ചു കേട്ടോ. അപ്പം ദി ടേം പാലിയോലിത്തിക് ആൻഡ് നിയോലിത്തിക് എന്നുള്ള 2 ടേംസ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ലുബോക്ക് ആണ്, ജോൺ ലുബോക്ക്. റിമെമ്പർ ഹിസ് നെയിം. ഈവൻ ദ ഓൾഡ് സ്റ്റോൺ ഏജും ന്യൂ സ്റ്റോൺ ഏജ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് തോംസൺ ആണെങ്കിലും these terms called as Paleolithic and Neolithic was first used by John Lubbock. John Lubbock ഒരു ഇംഗ്ലീഷ് സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം he have made significant contributions in archaeology, ethnography and several branches of biology. Okay, അദ്ദേഹമാണ് പാലിയോലിത്തിക്, നിയോലിത്തിക് എന്നുള്ള ടേംസ് ഒക്കെ ആദ്യമായിട്ട് കോയിൻ ചെയ്യുന്നത്. റിമെമ്പർ ദിസ് ഫാക്ട്. ഞാൻ പിന്നീട് ചോദിക്കും who coined the terms Paleolithic and Neolithic. He also helped establish archaeology, ഒരു സെപ്പറേറ്റ് സയന്റിഫിക് ഡിസിപ്ലിൻ ആയിട്ട് establish ആവാൻ ഒരുപാട്
റോള് വഹിച്ചൊരു വ്യക്തിയാണ് ജോൺ ലുബോക്ക്. ആൻഡ് ഹി ഹാസ് ബീൻ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഡിബേറ്റ്സ് റിലേറ്റിംഗ് ടു എവല്യൂഷണറി തിയറി. അതായത് എവല്യൂഷൻ എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളിലൊക്കെ ദി പ്രോസസ് ഓഫ് എവല്യൂഷൻ ആൻഡ് ദി മെത്തേഡ്സ് ഓഫ് എവല്യൂഷൻ ഹി ഹാസ് എ ഗ്രേറ്റർ സേ ഇൻ ഇറ്റ്. ആൻഡ് അദ്ദേഹം ഒരുപാട് ഡിബേറ്റ്സിലൊക്കെ ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. ഓക്കെ, പിന്നീടാണ് നമുക്ക് നൗ വി ഹാവ് വാട്ട് വി ഹാവ് പാലിയോലിറ്റിക്, we have Neolithic, but we also know that one more culture exists in between them, that is the Mesolithic culture. This term was later on added, okay, as the time progressed. Later on a new term called Mesolithic culture was added to the a period which is lying between these two cultures, both Paleolithic and Neolithic. രണ്ട് കൾച്ചറിന്റെ ഇടയ്ക്കുള്ള ഒരു ടൈം പീരീഡിനെ മീസോലിത്തിക് എന്ന് പിന്നീട് വിളിക്കാം. ഓക്കെ, അപ്പം ഒരു ആർക്കിയോളജിക്കൽ, അതാണ് ഡെവലപ്മെന്റ് ഓർത്ത് വെക്കേണ്ട കാര്യം. ഡെവലപ്മെന്റ് എങ്ങനെ സംഭവിച്ചതെന്ന് ഇനീഷ്യലി ഏൻഷ്യന്റ് ഗ്രീസ്, റോം, അതിനെപ്പറ്റിയുള്ള സ്റ്റഡീസ്, അതേപോലെ തന്നെ ഹോബി ഓഫ് ദ റിച്ച് ടു കളക്ട് ആന്റിക് എലമെന്റ്സ്. ആൻഡ് ലേറ്റർ ഓൺ ഇറ്റ് വാസ് പ്രോഗ്രസ് ടു മ്യൂസിയംസ്. ആൻഡ് ഇൻ മ്യൂസിയം one person called as Thompson, Ferguson Thompson, classified the items that he got into what old Bronze Age, Iron Age, and Stone Age. Later on, John Lubbock given the terms Paleolithic and Neolithic. In between, we got Neanderthal fossils and many other important accumulated tools, etc. And later on, Mesolithic term was also added in between these two cultures. Okay, ഇതാണ് ആ ഒരു ഡെവലപ്മെന്റ്. ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് റിവൈസ് ഇറ്റ്. ആൻഡ് ഒരു ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിക്ക് വേണ്ട കുറച്ച് പ്രീ റിക്വസിറ്റ്, ദാറ്റ് ഈസ് അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, പ്രീ റിക്വസിറ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ, നേരത്തെ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിസ്റ്റ് ഹാവ് ടു കൊളാബറേറ്റ് വിത്ത് അതർ സ്പെഷ്യലിസ്റ്റ് ലൈക്ക് ജിയോളജിസ്റ്റ്, ജിയോഫിസിസിസ്റ്റ്, ബയോകെമിസ്റ്റ്. What is the purpose of geologist? Geologist എന്തിനാണ് ആർക്കിയോളജിസ്റ്റ്, ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിസ്റ്റ് എന്ത് ചെയ്യാൻ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യം എന്താ? Can anyone say to me? What is the purpose of a archaeological anthropologist to consult a geologist? You can unmute your mic and say. Anyone? We have already studied the relationship between anthropology and earth sciences, and അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു the relationship between anthropology and geology. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? Neetu, can you say the relationship between an archaeologist and a geologist? Do you find anything common in between them? എർത്തിലെ ഹാബിറ്റബിൾ ആയിട്ടുള്ള സ്ഥലങ്ങള്, റിവർ ഒക്കെ പോകുന്ന സ്ഥലം, Okay. അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ആർക്കിയോളജിസ്റ്റിന് വേണമെങ്കിൽ അയാളെ ഹെൽപ്പ്, മീൻസ് അവരുടെ ഹെൽപ്പ് സീക്കുക. Anything else? Habitable places. Anything else? No, sir. ഓക്കെ, അപ്പം ഇത് പറഞ്ഞ കാര്യം കറക്റ്റ് ആണ്. ജിയോളജി അല്ലെങ്കിൽ ജിയോളജിക്കൽ നോളജ് ഉണ്ടെങ്കിൽ വി ക്യാൻ പ്രെഡിക്ട് ദി ഒക്കറൻസ് ഓഫ് എനി ടൂൾസ് അല്ലെങ്കിൽ ഹ്യൂമൻ ഹാബിറ്റബിൾ പ്ലേസസിന്റെ ഒക്കെ ഒക്കറൻസ് എന്ത് ചെയ്യാൻ പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതൊരു പോസിബിലിറ്റി തന്നെയാണ്. അതേപോലെ തന്നെ സ്ട്രാറ്റിഗ്രഫിക്കും ലോ ഓഫ് സ്ട്രാറ്റിഗ്രഫി വാസ് ഗിവൺ ടു ആന്ത്രോപോളജി ബൈ ദി ജിയോളജി. ഓക്കെ, ഇപ്പം ഒരു കുറെ ടൂൾസ് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ, ലെയർ ബൈ ലെയർ ആയിട്ട് കിട്ടുകയാണെങ്കിൽ, അതിന്റെ ക്രോണോളജി മനസ്സിലാക്കാനും അത് ഏത് സമയത്തെ ടൂൾസ് ആണെന്നൊക്കെ മനസ്സിലാക്കാനും ജിയോളജിസ്റ്റിന്റെ ഹെൽപ്പും ഒബ്വിയസ്ലി ഇറ്റ് ഈസ് നീഡഡ് ബൈ ദി ആർക്കിയോളജിസ്റ്റ് കേട്ടോ. അപ്പം എങ്ങനെയാ ഹെൽപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏറ്റവും ലോവസ്റ്റ് ലെയറിൽ എന്തായിരിക്കും? ഏറ്റവും എയർലി ടൂൾസ് ആയിരിക്കും. ഏറ്റവും ഹയസ്റ്റ് ലെയറിൽ നമുക്ക് കിട്ടുന്നത് മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള ടൂൾസ്. പക്ഷെ എല്ലായിടത്തും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല. ബിക്കോസ് ഇൻ സം പ്ലേസസ് ദർ വിൽ ബി ടെക്ടോണിക് ആക്ടിവിറ്റീസ് ആൻഡ് വി വിൽ ഹാവ് ദി റിവേർഡ് അല്ലെങ്കിൽ അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടാവും. താഴത്തെ ലാൻഡ് എന്ത് ചെയ്യും? മേളിൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ
കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ കുറെ വർഷങ്ങളെടുത്ത് അവിടുത്തെ ജിയോളജിക്കൽ സ്ട്രക്ചറിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും, ലാൻഡ്സ്കേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ഡിഫറൻസ് യു ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഓൾ ദീസ് ഫാക്ടേഴ്സ് ആൻഡ് ഡിഫറൻസസ്. സോ യു നീഡ് ദി ഹെൽപ്പ് ഓഫ് എ ജിയോളജിസ്റ്റ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതേപോലെ തന്നെ ഒരു ബയോകെമിസ്റ്റിന്റെയും ജിയോഫിസിസ്റ്റിന്റെ എല്ലാം ആവശ്യം അവിടെ ഉണ്ടാവും. Okay, and we need the sound knowledge of biological anthropology also. Why we need the biological anthropology? Mainly to study fossils. അപ്പോൾ ഇന്നലെ പഠിച്ചായിരുന്നു ബയോളജിക്കൽ ആന്ത്രോപോളജിയിലെ സബ് ഫീൽഡുകൾ കുറെ പഠിച്ചായിരുന്നു. ഓസ്റ്റിയോളജി ഒക്കെ നോക്കിയായിരുന്നു. ഓസ്റ്റിയോളജി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ദി സ്റ്റഡി ഓഫ് ബോൺസ്, കേട്ടോ. അപ്പോൾ ഈ സംടൈംസ് വെൻ ആർക്കിയോളജിസ്റ്റ് എക്സ്കവേറ്റ് എ പർട്ടിക്കുലർ ഏരിയ ദേ വിൽ കം അക്രോസ് സം ബോൺസ്. ബോൺസ് ഒക്കെ അവർ കണ്ടെത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ യു നീഡ് ടു കൺസൾട്ട് osteologist and other biological anthropologists in order to get a proper analysis of that fossil evidences. Okay, അപ്പോൾ അതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിസ്റ്റ് ഷുഡ് ഹാവ് എ നോളജ് ഓഫ് ജിയോഗ്രഫി, എത്നോളജി ആൻഡ് കൾച്ചറൽ ആന്ത്രോപോളജി ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി വേരിയസ് കൾച്ചേഴ്സ്. ഏതൊരു സ്ഥലം എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി കൾച്ചർ ഓഫ് ദാറ്റ് ഏരിയ. അങ്ങനെ ഒരു എക്സ്കവേഷന്റെ ബേസിലുള്ള കൾച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റണം. അപ്പം ദേ നീഡ് ദി ഹെൽപ്പ് ഓഫ് എത്നോളജിസ്റ്റ് ആൻഡ് ഓൾസോ കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രീ റിക്വസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓർത്ത് വയ്ക്കാം. ആൻഡ് ഇനിയും ഇങ്ങനെ നീഡെന്നോ അല്ലെങ്കിൽ റോളെന്നോ റെലവൻസ് എന്നോ അല്ലെങ്കിൽ സ്കോപ്പ് ഓഫ് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി എന്നോ അല്ലെങ്കിൽ റെലവൻസ് ഓഫ് ആന്ത്രോപോളജി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി എങ്ങനെ ചോദിച്ചാലും യു നീഡ് ടു റൈറ്റ് ദീസ് പോയിന്റ്സ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നീഡ് അല്ലെങ്കിൽ റെലവൻസ് എന്ന് പറയുമ്പോൾ റീകൺസ്ട്രക്ഷൻ ഓഫ് ദി പാസ്റ്റ്. ദാറ്റ് ഈസ് ത്രൂ പ്രോപ്പർ ആർക്കിയോളജി വി ക്യാൻ റീകൺസ്ട്രക്ട് ദി പാസ്റ്റ് societies and the past cultures. We can understand how ancient അല്ലെങ്കിൽ past societies lived and what was their culture and also what materials did they use. അവർ എന്ത് മെറ്റീരിയൽ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൂടെ അവരുടെ കൾച്ചർ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ. എല്ലായിടത്തും വി നോർമലി ഫോക്കസ് ഓൺ റിട്ടൺ ഡോക്യുമെന്റ്സ്. നമ്മൾ റിട്ടൺ ഡോക്യുമെന്റ്സിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് മിക്ക ഏൻഷ്യൻ കൾച്ചേഴ്സിനെ പറ്റി മനസ്സിലാക്കാൻ. ബട്ട് എവരിവെയർ വി മൈറ്റ് നോട്ട് ഗെറ്റ് ദീസ് ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ ഹരപ്പ. In Harappa, you might have studied that in Harappan civilization, we do not have, even though we have some written seals like എന്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും we could not decipher the script. കേട്ടോ, ആ സ്ക്രിപ്റ്റ് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പൊ ആ ഹരപ്പൻ കൾച്ചറിനെ പറ്റിയൊക്കെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഏൻഷ്യൻ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്. ഹൗ വി ആർ സ്റ്റഡിങ് ദിസ്? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഹരപ്പ, മൊഹൻജദാരോ അല്ലെങ്കിൽ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് 2-3 പേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അത്രയും ഹിസ്റ്ററി നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ഇവർ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഇറ്റ് ഈസ് മെയിൻലി ത്രൂ എക്സ്കവേഷൻസ്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി ത്രൂ ദി ആർക്കിയോളജിക്കൽ എവിഡൻസസ് ദാറ്റ് വി ഗോട്ട് ഫ്രോം ദീസ് ഏരിയാസ്. ഓക്കെ, അല്ലാതെ റിട്ടൺ ഡോക്യുമെന്റ്സ് ഒന്നും നമുക്ക് പ്രോപ്പർലി എന്തില്ല അവിടെ കിട്ടിയിട്ടില്ല. Even if we got some seals, we could not decipher those script. Okay, becomes in the past. And അതേപോലെ തന്നെ estimates of the people. Next point ആണ് estimates. അതായത് we can understand the time period during which the people lived at that site. Okay, we can understand the time period. Time period മനസ്സിലാക്കാൻ we have 2 techniques. One is analyzing the tools. ഈ ടൂൾസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വെദർ ഇറ്റ് വാസ് പാലിയോലിത്തിക്, നിയോലിത്തിക് ഓർ മീസോലിത്തിക്. ബിക്കോസ് ടൂൾസ് എല്ലാം ഡിഫറെന്റ് ആണ്. അതൊന്നും ഇപ്പൊ ഞാൻ പറയുന്നില്ല. ബിക്കോസ് വി വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ദി ടൈപ്പ് ഓഫ് ടൂൾസ് ഇൻ ഈച്ച് കൾച്ചേഴ്സ്. The type of tools in Paleolithic culture, the type of tools in Neolithic culture, we will study in detail later on in the classes. Okay. So second method is dating. In your syllabus എല്ലാവരും കയ്യിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സിലബസിൽ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. Dating means we are actually using some methods in order to understand the date of a particular material. അതായത് ഏകദേശ സമയം, അത് ഏത് സമയത്താണ് എക്സിസ്റ്റ് ചെയ്തിരുന്നത് എന്ന് ഏകദേശം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഡേറ്റിംഗ്. കേട്ടോ, ഡേറ്റിംഗ് ടെക്നിക്സ്. അപ്പൊ ഈ 2 ടെക്നിക്കൊക്കെ യൂസ് ചെയ്ത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി time period of the people living in a particular site.
ഏത് സമയത്താണ് അവിടെ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ടെക്നിക്സിനകത്തൂടെ we can properly understand. That's the need, role and relevance. And മറ്റൊരു important ആയിട്ടുള്ള relevance ആണ് examining the objects. We are examining human bones, we are examining many other tools, utensils from the particular site. അതായത് നമുക്ക് ഇങ്ങനെ ഹ്യൂമൻ ബോൺസ് ഒക്കെ എക്സാമിൻ ചെയ്യുമ്പോൾ വി ക്യാൻ ഗെറ്റ് an estimate of the number of people present in that particular area and the age, sex of the proportion, age or sex of the fossil evidences. കേട്ടോ, അപ്പം ഫോസിൽസ് ഒക്കെ കിട്ടുന്നതിന്റെ ഏജും സെക്സും അതേപോലെ തന്നെ എത്ര ആളുകളൊക്കെ ഏകദേശം ജീവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. കോസസ് ഓഫ് ഡെത്ത് ഉണ്ടാകാനുള്ള കാരണം, ഒരു പർട്ടിക്കുലർ ഫോസിൽ കിട്ടിക്കഴിഞ്ഞാൽ ഡെത്ത് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ത്രൂ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് പ്രോപ്പർലി മനസ്സിലാക്കാൻ സാധിക്കും. സോ പ്രോപ്പർ എക്സാമിനേഷൻ ഓഫ് ദി objects that we got from a particular site. That's the third relevance of archaeological anthropology. And we can also add these points, മൂന്ന് പോയിന്റ് ആഡ് ചെയ്യാം. Missing links to the history. അതായത് we have നമ്മുടെ എവല്യൂഷൻ എങ്ങനെയാണെന്നൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആൻസിസ്റ്ററിന്റെ കൾച്ചേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് പ്രോപ്പർലി മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഓൾസോ യു സോഴ്സ് ഓഫ് റിലയബിൾ ആൻഡ് അക്യുറേറ്റ് എവിഡൻസസ് ആയിരിക്കും. ബിക്കോസ് റിട്ടേൺ ഡോക്യുമെന്റ്സ് ഒന്നും യു കനോട്ട് സേ ഇറ്റ് ഈസ് 100% അക്യുറേറ്റ്. 100% അക്യുറേറ്റ് ആണ് റിട്ടേൺ ഡോക്യുമെന്റ്സ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യുവൻസാങ്ങിന്റെ പല റിട്ടേൺ ബുക്സും ഉണ്ട് ആര്യൻ കൾച്ചറിനെ പറ്റിയൊക്കെ. പക്ഷെ നമുക്ക് അത് പ്രോപ്പർലി യുവൻസാങ് എവിടെ ആ ഒരു റിട്ടേൺ ടെക്സ്റ്റ് അനലൈസ് ചെയ്ത ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നത് അത് കംപ്ലീറ്റ്ലി എന്തല്ല അക്യുറേറ്റ് ആവണമെന്നില്ല. ബിക്കോസ് യുവൻസാങ് മൈറ്റ് ഹാവ് ട്രൈ ടു അവിടുത്തെ രാജാവിനെ ഒന്ന് പുകഴ്ത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇറ്റ്സ് വെരി സബ്ജക്റ്റീവ്. ദി റിട്ടേൺ ഡോക്യുമെന്റ്സ് ആർ മോസ്റ്റ്ലി സബ്ജക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പക്ഷെ അനലൈസിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസസ് വി ആർ ഗെറ്റിംഗ് മെറ്റീരിയൽ എവിഡൻസസ്. So the validity and the authenticity of these material evidences cannot be questioned, or even though question ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അത് റിട്ടേൺ ഡോക്യുമെന്റ്സിനേക്കാൾ എന്തായിരിക്കും, it will be much more accurate. Okay, that's the next thing you have to remember. And moving on, diminishing cultures-നെയൊക്കെ പ്രിസർവ് ചെയ്യാൻ പറ്റും through archaeological studies. Those extincting cultures-നെ പറ്റിയൊക്കെ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. And it will also help in the preservation of these diminishing cultures. ഇതൊക്കെയാണ് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട പോയിന്റ്സ്. അതേപോലെ തന്നെ മറ്റൊരു റീകൺസ്ട്രക്ട് ഹിസ്റ്ററി ഓഫ് റീജൻ. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ബിഫോർ വി ഗോട്ട് ദി എവിഡൻസ് ഓഫ് ഹരപ്പൻ, അതായത് 1940s നമുക്ക് എന്ത് ചെയ്തത്, ഹരപ്പൻ സിവിലൈസേഷനെ പറ്റി മനസ്സിലായത്. ആദ്യമായിട്ടുള്ള എവിഡൻസസ് കിട്ടിയത് ആ ടൈമിലായിരുന്നു കേട്ടോ. ഹരപ്പ എക്സ്കവേറ്റ് ചെയ്തത് ജോൺ മാർഷൽ എന്ന് പറഞ്ഞ ആർക്കിയോളജിസ്റ്റും മൊഹൻജദാരോ എക്സ്കവേറ്റ് ചെയ്ത RD ബാനർജി എന്ന് പറഞ്ഞൊരു ആർക്കിയോളജിസ്റ്റ് ആണ്. നിങ്ങളുടെ പേപ്പർ 2, ടേക്ക് യുവർ സിലബസ് ആൻഡ് ചെക്ക് പേപ്പർ 2 ആൻഡ് യു വിൽ ഗെറ്റ് chapter 1.1, and in chapter 1.1 there is a topic called as Indus civilization, pre-Harappan, Harappan, post-Harappan cultures, contribution of tribal cultures to Indian civilization. All these topics in our detailed മനസ്സിലാക്കും. Then Harappa was excavated by John Marshall, Mohenjo-daro by RD Banerjee. Until the early decades of 20th century, by 1950s ഒക്കെ സമയത്തൊക്കെ വിചാരിച്ചു വെച്ചിരുന്നത് നമ്മുടെ കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ വാസ് evolved from the earliest culture in Indian civilization was actually Vedic culture എന്നാണ് വിശ്വസിച്ചിരുന്നത് കേട്ടോ. ടിൽ 1950s വേദിക് സിവിലൈസേഷൻ ആണ് ആദ്യം സംഭവിച്ചത്. അതായത് ഒരു 6th century BC ആണ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ടൈം പീരീഡ് എന്നൊക്കെയാണ് മനസ്സിലാക്കിയത്. ഏർലി വേദിക് പീരീഡ് ആണ് മോസ്റ്റ് ഏൻഷ്യന്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ. ബട്ട് ലേറ്റർ ഓൺ ആണ് നമുക്ക് എവിഡൻസസ് കിട്ടിയത് അതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ, ഒരു ബ്രോൺസ് ഏജ് കാലഘട്ടത്തിൽ തന്നെ 3000ഓളം BC, 2500 BC ടൈമിലൊക്കെ തന്നെ നമുക്ക് എന്തുണ്ട്, ഹരപ്പൻ സിവിലൈസേഷനും മോഹൻജദാരോ സിവിലൈസേഷനും ഉണ്ട്. സോ വി കുഡ് റീറൈറ്റ് ദി ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ സിവിലൈസേഷൻ. ഇന്ത്യൻ സിവിലൈസേഷൻ വാസ് നോട്ട് ഏറ്റവും ഏൻഷ്യന്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി വേദിക് ആയിരുന്നില്ല. റാദർ ഇറ്റ് വാസ്
ഹരപ്പൻ ആൻഡ് മോഹൻജൊദാരോ. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താൻ പറ്റും, മാറ്റി എഴുതാൻ പറ്റും കേട്ടോ. റീറൈറ്റിംഗ് ദി ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് റെലവൻസ് എന്ന് പറയുമ്പോൾ ഫോർമേഷൻ ഓഫ് തിയറീസ്. ഫോർ എക്സാമ്പിൾ വി ഹാവ് എൽ.എച്ച്. മോർഗൻ ആൻഡ് എൽ.എച്ച്. മോർഗൻ തിയറി ഏതായിരുന്നു? ക്ലാസിക്കൽ എവല്യൂഷനിസം. ആൻഡ് നിയോ എവല്യൂഷനിസ്റ്റ് ലൈക്ക് ഗോർഡൻ ഷിൽഡ്, ജൂലിയൻ സ്റ്റുവാർട്ട് കേട്ടോ. ഇവരുടെയൊക്കെ പേരതിനകത്തുണ്ട്. ഇവരൊക്കെ ആക്ച്വലി ദേ ഹെവിലി റിലൈഡ് അപ്പോൺ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ്, ആർക്കിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻസും ആർക്കിയോളജിക്കൽ ടൂൾ ടെക്നോളജി ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവർ അവരുടെ തിയറീസ് ഒക്കെ ഉണ്ടാക്കിയത്. സോ archaeological anthropology helps in the formulation of various theories, okay, and also understand the chronology of artifacts and tools. We can, through dating techniques, we can study the time period of particular tools and the artifacts, and also we can understand the economic activities of the people living in that area. ഒരു artifacts ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇത് ഇപ്പൊ ഇത് കണ്ടോ നിങ്ങൾ, സിക്കിൾസ് ഒക്കെ കണ്ടില്ലേ? ഇതൊക്കെ ചില സൈറ്റിൽ നിന്നൊക്കെ കിട്ടും. സിക്കിൾസ് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സിക്കിൾസിനെ പറ്റിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേ ഹാവ് പ്രാക്ടീസ് അഗ്രികൾച്ചർ. ദിസ് തിങ് ഈസ് മെയിൻലി കേട്ടോ. This thing is mainly used in agricultural practices. So we can predict that these societies might have practiced agriculture due to the archaeological evidences like this. And ഇതൊരു burial site ആണ് നിങ്ങൾ കാണുന്നത്. This is a burial site. You can see the buried bones and also you can see some tools here. ചില ടൂൾസ് ഒക്കെ നിങ്ങൾക്ക് അതിന്റെ കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? They might have believed in afterlife. ഡെത്തിന് ശേഷം കൂടി ഒരു ലൈഫ് ഉണ്ട് എന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ലൈഫിന് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൂൾസ് ആയിരിക്കും അവർ പക്ഷെ എന്ത് ചെയ്തത്, കൊടുത്തിരിക്കുന്നത്. അപ്പം ബറിയൽ സൈറ്റ്സ് നിന്ന് ബോൺസിന്റെ ഒക്കെ കൂടെ നമുക്ക് മറ്റ് യൂട്ടൻസിൽസ്, ചിലടത്തൊക്കെ യൂട്ടൻസിൽസ് ഒക്കെ ഉണ്ട്, ചില പാത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഓക്കെ, several utensils are also placed in the burial sites. So you can assume that they might have believed in afterlife. So you can understand they have primitive forms of religion. So ഇങ്ങനത്തെ എവിഡൻസസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും, മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം you can understand the culture of a particular site through archaeological studies. Okay. And also ഇതാണ് ടൂൾസ്, പല ടൈപ്പ് ഓഫ് ടൂൾസ് ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. അപ്പൊ നമുക്ക് ത്രൂ ആർക്കിയോളജി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ടൈപ്പ് ഓഫ് society that lived, whether it was Paleolithic, whether it was Neolithic, or whether it was Mesolithic or any other culture, through the study of archaeological evidences. Okay. ഇതാണ് പറഞ്ഞേക്കുന്നത്. through the understand the culture and economy of the region. അതേപോലെ ഹൗസിംഗ് പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഹരപ്പ ഈസ് എ സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റീസ്. ഹരപ്പയുടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതായത് അതെങ്ങനെ നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ മീൻസ് സൊസൈറ്റിയിൽ കുറഞ്ഞ ആളും വലിയ ആളും അങ്ങനെയുള്ള ഡിഫറൻസസ് ഒക്കെ. ഓക്കെ, അതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം വി ഹാവ് അസ്യൂം ദാറ്റ് ഹരപ്പൻ സൊസൈറ്റി ഹാവ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അതായത് അതിനകത്ത് ചെറിയവൻ വലിയവൻ എന്നുള്ള ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് മനസ്സിലാക്കിയത്? നിങ്ങൾ ഏൻഷ്യൻ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും അത് മനസ്സിലാക്കിയത്? ക്യാൻ എനിവൺ സജസ്റ്റ് മീ ദാറ്റ്? ക്യാൻ എനിവൺ സേ അതെങ്ങനെയായിരിക്കും മനസ്സിലായിട്ടുള്ളത്? ലോവർ ടൗണും സിറ്റാഡലും ഉള്ളതുകൊണ്ട്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ നമ്മൾ വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഇൻ ഹരപ്പ there is a lower town where normal houses are situated and we also have a higher place called citadel കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഡിഫറൻസ് ആക്ച്വലി ഹരപ്പൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ബിൽഡിങ്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ അസ്യൂം ചെയ്യാം ദേ മൈറ്റ് ഹാവ് സം ഫോം ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഓർ ദി സൊസൈറ്റി വാസ് ഡിസ്റ്റിങ്ക്ട് ഇൻ ദി ബേസ് ഓഫ് ഇക്കണോമി, അല്ലെങ്കിൽ വെൽത്തി ആയിട്ടുള്ളതും പവർഫുൾ ആയിട്ട് ആളുകളായിരിക്കണം ഇവിടെ ജീവിച്ചിരുന്നത്. അത്രയും വെൽത്ത് ഇല്ലാത്തതും ലെസ് പവർഫുൾ ആയിട്ട് ആളുകളായിരിക്കണം ഇവിടെ ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു നമുക്ക് ഹൗസിംഗ് പാറ്റേൺ, ഇഫ് യു ആർ സ്റ്റഡിങ് ദി ഹൗസിംഗ് പാറ്റേൺസ് ഓഫ് എ പർട്ടിക്കുലർ ഏരിയ, we might be able to understand the culture of that, അല്ലെങ്കിൽ understand the type of society that existed in that place. Okay, or the social structure. We can get an idea about the social structure of that particular place. That's it. Okay.
recently archaeology has much more evolved, and in the conclusion, they have started studying more wider area, wider knowledge, that climatic ecological, so that we can understand the climatic pattern of the ancient societies. For example, the rivers that Saraswati River, the Indus Valley civilization, Saraswati River, but Saraswati River flow ചെയ്തിട്ടുണ്ടായിരുന്നു. But later on river shift ആയി അങ്ങനെയുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എന്തുകൊണ്ടാണ് IVs ഡിക്ലൈൻ ആയതെന്നുള്ളതിന്റെ ഒരു തിയറി ആക്ച്വലി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. റിവർ ഷിഫ്റ്റ് ചെയ്തതിനൊരു കാരണമായിട്ട് പറയാറുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു സൊസൈറ്റിനെ പറ്റി പ്രോപ്പർലി കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ജോഗ്രഫിയും കൂടെ ആ സമയത്തെ ക്ലൈമറ്റും ഒക്കെ എന്ത് ചെയ്യും ഇച്ചിരി ബെറ്റർ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. സോ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി is now recently widening its scope, and it also including ecological and climatic aspect in its studies. Okay, and archaeological anthropology analyzes Paleolithic, Mesolithic, Neolithic, Chalcolithic, and Bronze Age cultures from different parts of the world. We can understand the ways of ancient life throughout the world. So you can give these things in your conclusion. And one of the major limitation of archaeological anthropology is the lack of ability to understand the speech or language of the particular culture. Speech മനസ്സിലാക്കാനോ ലാംഗ്വേജ് മനസ്സിലാക്കാനോ ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എബിലിറ്റി ഉള്ളൂ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. ഓക്കെ, ഇനി ഒരു ടേം ഉണ്ട്. ഇത് വേണമെങ്കിൽ ചോദിക്കാം, ഒരു 5 മാർക്കിനോ 10 മാർക്കിനോ വേണമെങ്കിൽ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും തരുന്നത്: ഓൾഡ് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ ന്യൂ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി 10 മാർക്സ്. ഇങ്ങനെ ഒരു ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലായി. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക് അല്ല, എന്നാലും അറിഞ്ഞിരിക്കാം. വി ഹാവ് സ്റ്റഡീഡ് ന്യൂ ബയോളജിക്കൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ ന്യൂ ഫിസിക്കൽ ആന്ത്രോപോളജി ഇൻ ദി പ്രീവിയസ് ക്ലാസ്. ഓക്കെ, അപ്പം അത് ഡിഫറൻസ് നമ്മൾ എന്താന്ന് ആ സമയത്ത് നോക്കിയായിരുന്നു. ഫിസിക്കൽ ആന്ത്രോപോളജിയുടെ കൂടെ ജെനറ്റിക്സ് വന്നപ്പോഴാണ് എന്തായി മാറിയത്? ഇറ്റ് ബിക്കം ന്യൂ ഫിസിക്കൽ ആന്ത്രോപോളജി. അങ്ങനെ ടേം കൊടുത്ത ആരായിരുന്നു? വാഷ്ബേൺ ആയിരുന്നു. ഓക്കെ, സിമിലർലി ഈ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജിയിലും വി ഹാവ് സംതിങ് സിമിലർ. ഓക്കെ, ഓൾഡ് ആർക്കിയോളജി ആന്ത്രോപോളജി ന്യൂ ആർക്കിയോളജി മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ടിൽ പ്രയർ ടു 1960 ഇത് രണ്ടിടത്തും നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദേ ബോത്ത് സ്റ്റഡീസ് വാട്ട് ഓൾഡ് റിമെയിൻസ്. രണ്ടുപേരും എക്സ്കവേഷൻസ് ചെയ്യും, ഓൾഡ് ആയിട്ടുള്ള ഏൻഷ്യന്റ് ആയിട്ടുള്ള ആന്റിക്വിറ്റീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും കേട്ടോ. രണ്ടുപേരുടെ ഉദ്ദേശം അത് തന്നെയാണ്. പക്ഷെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രയർ ടു 1960 ഇറ്റ് വാസ് നോട്ട് വെരി ഇന്റർപ്രിറ്റേറ്റീവ്. ജസ്റ്റ് ഇവിടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കുറെ കളക്ട് ചെയ്ത് വെക്കുക, ഹോബി ഓഫ് കളക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വെക്കുക കേട്ടോ. ജസ്റ്റ് ക്ലാസിഫൈ ദി തിങ്സ് that they get, but they were not interpretative. That is, they did not try to interpret the cultures, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് കൾച്ചേഴ്സിനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു എവല്യൂഷണറി അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനോ അല്ലെങ്കിൽ സൊസൈറ്റി എങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെയൊന്നും ശ്രമിച്ചിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞ ഡെവലപ്മെന്റിന്റെ സമയത്ത് തന്നെ പറഞ്ഞായിരുന്നു, ഒരു ഹോബി ഓഫ് റിച്ച്, അതേപോലെ തന്നെ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൂൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത് തുടങ്ങിയത്. ലേറ്റർ ഓൺ ആണ് എന്ത് ചെയ്തത് നമ്മൾ ഇതിനൊരു ഇത്ര ഓർക്കുക, ഒരു ന്യൂ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി അല്ലെങ്കിൽ കണ്ടംപററി ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി അത് 3 കാര്യങ്ങളോട് എക്സ്ട്രാ ഇൻക്ലൂഡ് ആണ്. ഒന്ന്, ടു അണ്ടർസ്റ്റാൻഡ് എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, കൾച്ചറൽ എവല്യൂഷണറി പെർസ്പെക്റ്റീവ്. ഒന്ന്. 2, ജനറൽ സിസ്റ്റംസ് അപ്രോച്ച്. 3, ലോജിക്കോ ഡിഡക്റ്റീവ് റീസണിങ് കേട്ടോ. ഈ 3 കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്തത് വ്യത്യാസം കേട്ടോ. ഈ 3 എക്സ്ട്രാ എലമെന്റ്സ് വരുന്നതാണ് നമുക്ക് ഓൾഡ് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി, ന്യൂ ആർക്കിയോളജി അല്ലെങ്കിൽ പ്രൊസഷ്യൽ ആർക്കിയോളജി എന്ന് വിളിക്കാം കേട്ടോ. പ്രൊസഷ്യൽ ആർക്കിയോളജി എന്ന് വിളിക്കാം. അപ്പം അത് വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ അതിന്റെ മെയിൻ എലമെന്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ടേം ഓർത്ത് വയ്ക്കുക: എവല്യൂഷണറി പെർസ്പെക്റ്റീവ്, അതേപോലെ ജനറൽ സിസ്റ്റംസ് അപ്രോച്ച്, അതേപോലെ തന്നെ ലോജിക്കോ ഡിഡക്റ്റീവ് റീസണിങ്. 3 ടേമും കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട. 3 സിമ്പിൾ. All these 3 terms are simple terms. What do you mean evolution? Evolutionary means, perspective means we are using archaeological evidences to study human evolution, especially human cultural evolution. Okay, we are using archaeological evidences to study human cultural evolution. That is the main meaning of the word of cultural evolutionary perspective.
But next time is general systems approach. This systems approach we already conducted. Systems and processes are term. One of the approaches of socio-cultural anthropology. It was one of the approaches of socio-cultural anthropology. But we are using the same term here also. And there are systems and approach. For a particular society in a pala systems and classify legal, social, cultural, political, classify എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പല സിസ്റ്റംസിനെ തമ്മിലുള്ള പ്രോസസ് എന്ത് ചെയ്തു മനസ്സിലാക്കും. ഒന്ന് ഐസൊലേറ്റ് ചെയ്ത് പഠിക്കുക, എല്ലാത്തിനും ഐസൊലേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. അതിന്റെ കൂടെ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഇന്റർറിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഈ സിസ്റ്റംസ് എല്ലാം ഇന്റർറിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. ഇതിനായിരുന്നു നമ്മൾ വി കോൾ ദിസ് as systems and process approach in social cultural anthropology. Similarly, we are here also using the term systems and approach. So we are also an archaeologist also classify his tools and the society he is studying into various systems like this. And he also tried to understand the all systems in isolation and also the interrelation between each system. That is called as general systems approach. Okay, general systems approach. For example, he will create systems like environment system, ecological system, population system. അപ്പോൾ ഇതിനെ ഇതെല്ലാം സൊസൈറ്റിയിൽ ആർക്കിയോളജി based ആയിട്ടുള്ള എവിഡൻസസ് വെച്ചിട്ടായിരിക്കും അദ്ദേഹം സിസ്റ്റംസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. Then he will try to study all these systems in isolation. Then next process is he will try to understand the interrelationship between all these processes. Okay, that's a systems approach. Last one is logico-deductive reasoning. Logico-deductive reasoning. Okay. Mainly, this is ethno-archaeology. Ethno-archaeology. അതായത് നമ്മൾ ഇപ്പൊ പോയി പല സൊസൈറ്റീസിനും പഠിക്കും. ഫോർ എക്സാമ്പിൾ മെയിൻലി we will go to tribal societies. And we will try to study the tools അല്ലെങ്കിൽ utensils they are using. You know, the tribal societies are mainly primitive in nature. They will be using the tools and utensils which are primitive in nature. Okay, primitive nature tools, utensils are use here. So if you are trying to study that society, you can understand the ancient aspect. That ancient cultures ne pattikinde avaru enganeyirikkum use cheyidittulla pala tools utensils ഒക്കെ ancient cultures എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ലിങ്ക് ആണ് ട്രൈബൽ സൊസൈറ്റീസ്. ഓക്കെ, അപ്പം അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ യൂട്ടിലിറ്റി നമുക്ക് മനസ്സിലാവും. ടൂൾസ് ഒക്കെ എങ്ങനെയാണ് അവർ യൂസ് ചെയ്യുന്നത്, ഏൻഷ്യന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പൊ അവർ യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പണ്ടത്തെ കൾച്ചേഴ്സിനായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അതിനെയാണ് ലോജിക്കോ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് 3 ഡിഫറെന്റ് അപ്രോച്ചസ് വിത്തിൻ ന്യൂ ആർക്കിയോളജി അല്ലെങ്കിൽ പ്രൊസഷ്യൽ ആർക്കിയോളജിയുടെ 3 പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് ഈ 3 ടേംസ് ഓർത്ത് വയ്ക്കുക. ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക, ചോദിക്കാൻ ചാൻസ് കുറവാണ്. ബട്ട് if the question is coming, you have to write these 3 questions. Now we are moving to the branches of archaeological anthropology. Main branches of archaeological anthropology ഓർത്ത് വയ്ക്കുക. ഒന്ന് prehistoric archaeological anthropology. Prehistory means those അതായത് ഒരു ഫസ്റ്റ് അപ്പിയറൻസ് ഓഫ് ഹ്യൂമൻസ്, പിന്നെ ഡെവലപ്മെന്റ് ഓഫ് റൈറ്റിംഗ്. ഹ്യൂമൻ ബീങ്സ് ഹോമോസാപ്പിയൻസ് ആദ്യമായിട്ട് ഒരു 40,000 ഇയേഴ്സിനൊക്കെ മുമ്പ് ആദ്യമായിട്ട് വന്ന സമയം തൊട്ട് അവര് റൈറ്റിംഗ് എന്നുള്ളൊരു കാര്യം വരുന്നിടം വരെ, എപ്പോഴാണ് അവർ ആദ്യമായിട്ട് റൈറ്റിംഗ് ഉണ്ടായ ആ ഒരു ടൈം പീരീഡിലുള്ള ഏൻഷ്യന്റ് ആയിട്ടുള്ള സൊസൈറ്റികളെയൊക്കെ മനസ്സിലാക്കുക. മെയിൻലി ഓൾഡ് സ്റ്റോൺ ഏജ്, ന്യൂ സ്റ്റോൺ ഏജ് അങ്ങനെയുള്ള ടൈം പീരീഡ് ആയിരിക്കും കേട്ടോ. ഇപ്പോഴൊന്നും the main of this time period is that they might not be having written languages ഒന്നും ഇല്ല ഈ സമയത്ത്. They might be mainly using stone tools ടെക്നോളജി മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ പഠിക്കാനായിട്ട്. അപ്പം ഇതാണ് പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി ഉദ്ദേശിക്കുന്നത്. ലേറ്റർ ഓൺ ടെക്സ്റ്റ് എയ്ഡഡ് ആന്ത്രപ്പോളജി, ടെക്സ്റ്റ് എയ്ഡഡ് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി. ടെക്സ്റ്റ് എയ്ഡഡ് എന്ന് പറയുമ്പോൾ ലേറ്റർ ആഫ്റ്റർ ദി we have developed the writing ഡെവലപ്പ് ചെയ്തതിനു ശേഷമുള്ള ആർക്കിയോളജിയിലാണ് നമ്മൾ ടെക്സ്റ്റ് എയ്ഡ് ആർക്കിയോളജിക്കൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെയിൻലി we will get the help of written accounts. We'll get the help of written accounts and the textual descriptions to supplement what we get as archaeological evidence. ആർക്കിയോളജിക്കകത്തോടെ കിട്ടുന്നതിനെ സപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തും കാണും, നമുക്ക് റൈറ്റിംഗ്സ് ഉണ്ടാവും. അപ്പോൾ we will get a much more holistic understanding of that particular
civilization or society. അതിനെയൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റ്. ഫോർ എക്സാമ്പിൾ വി ആർ സ്റ്റഡിങ് മൗര്യൻ സൊസൈറ്റീസ്. we have both writing and archaeology. മൗര്യ, ഗുപ്ത അങ്ങനെയുള്ള പീരീഡ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇതിനൊക്കെയാണ് ടെക്സ്റ്റ് എയ്ഡഡ് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. ഓക്കെ. ഇനിയും പുതിയ സൊസൈറ്റീസ് തന്നെ, ന്യൂ സൊസൈറ്റീസ് തന്നെ, അതായത് ഓൾഡ് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ IVC, ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇതൊരു ലേറ്റർ പോയിന്റ് നടന്നൊരു സിവിലൈസേഷൻ, മനുഷ്യൻ എഴുതാനൊക്കെ പഠിച്ചതിന് ശേഷം വന്നൊരു സിവിലൈസേഷൻ. അപ്പോൾ അങ്ങനെയുള്ള സൊസൈറ്റി, പക്ഷെ റൈറ്റിംഗ് ഇല്ല എന്ന് വിചാരിക്കും. അതിനാണ് ടെക്സ്റ്റ് ഫ്രീ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. Text free archaeological anthropology means we are mainly studying people. They might not be having written ആയിട്ടുള്ളൊരു ടെക്സ്റ്റ് ഒന്നും കാണില്ല, ബട്ട് ഇച്ചിരി ലേറ്റർ പീരീഡിലായിരിക്കാം. ഓക്കെ, ഇച്ചിരി ലേറ്റർ പീരീഡിലായിരിക്കാം. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ കൺസിഡർ സം ട്രൈബൽ സൊസൈറ്റീസ്. ട്രൈബ്സിനെ പറ്റി പോയി പഠിക്കുന്നതാവാം, അവിടുത്തെ ടൂൾസും ഒക്കെ പഠിക്കുന്നതാവാം. ബട്ട് they might not be having a written language, or they might not be having written accounts of themselves. Okay. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ടെക്സ്റ്റ് ഫ്രീ ആർക്കിയോളജി എന്ന് വിളിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ഫ്രീ ആർക്കിയോളജി. അപ്പൊ ഈ മൂന്ന് നമ്മുടെ കൺഫ്യൂഷൻ ആവല്ലോ. ഒന്ന് പ്രീ ഹിസ്റ്ററി, ബിഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് റൈറ്റിംഗ്, ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കുറെ നാൾ പൈലിത്തിക്ക് ആ ഒരു ടൈം പീരീഡിലൊക്കെ ഉള്ളതാണ്. 40,000 50,000 BC ആ ടൈം പീരീഡിലൊക്കെ ഉള്ളതാണ് ഈ ആക്ച്വലി പ്രീ ഹിസ്റ്ററിക്കൽ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. Then text aided later on civilization. We are studying about the later on civilization with the help of art of writing, which have developed the art of writing. Okay, text free archaeological. Okay, അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തേക്ക്. അതേപോലെ തന്നെ മറ്റ് സബ് ബ്രാഞ്ചുകളാണ് സാൽവേജ് ആർക്കിയോളജിക്കൽ. സാൽവേജ് ആർക്കിയോളജി, this mainly concerned with the sites which are destroyed. കേട്ടോ, ഡിസ്ട്രക്ഷൻ ഫേസ്, ഒന്നെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ് ഒന്ന് ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ടാവും, നാച്ചുറൽ പ്രോസസ്, അല്ലാന്നുണ്ടെങ്കിൽ ത്രൂ സം ഹ്യൂമൻ ആക്ടിവിറ്റി. എന്തെങ്കിലും ഹ്യൂമൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ് കാരണം ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സൊസൈറ്റി, അതിനെപ്പറ്റി പഠിക്കുന്നതാണ് സാൽവേജ് ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി. ഓക്കെ. നെക്സ്റ്റ് എത്നോ ആർക്കിയോളജി. എത്നോ ആർക്കിയോളജി ഓൾറെഡി പഠിച്ചായിരുന്നു. എത്നോ ആർക്കിയോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ട്രൈബ്സിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഏതെങ്കിലും സൊസൈറ്റിയിൽ പോയിട്ട് ആ സൊസൈറ്റീസിന്റെ ടൂൾസ്, യൂട്ടൻസിൽസ് ഒക്കെ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, in order to understand the ancient cultures. So these ethno archaeologists mainly will be focusing on primitive tribal societies. So they might be using primitive tools and primitive utensils. So if you are studying these materials, we can understand the ancient cultures. Okay, and a link create ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ് ethno archaeology ഉള്ളത്. Okay. We are actually, through ethno archaeology, we are actually reconstructing the ancient life phase by studying both material and non-material conditions. In ethno archaeology popularized ചെയ്തത് ലൂയിസ് ബിൻഫോർഡ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ പേപ്പർ 2 എടുത്തു കഴിഞ്ഞാൽ, പേപ്പർ 2 എടുക്കാമോ? പേപ്പർ 2 ചാപ്റ്റർ 1.3, പേപ്പർ 2 ചാപ്റ്റർ 1.3, അതിൽ എത്നോ ആർക്കിയോളജി ഉണ്ട്. എത്നോ ആർക്കിയോളജി. ഓക്കെ, അതിനകത്തിലാണ് ഇത് മെയിൻലി ഉള്ളത്. ഓക്കെ, എൻവിറോൺമെന്റൽ ആർക്കിയോളജി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്, സബ് ബ്രാഞ്ച് ആണ് എൻവിറോൺമെന്റൽ ആർക്കിയോളജി. ത്രൂ മെയിൻലി എന്ന് പറയുമ്പോൾ ഇമ്പാക്ട് ഓഫ് എൻവിറോൺമെന്റ്, പഴയ ഏൻഷ്യൻ സൊസൈറ്റീസ്, ഹ്യൂമൻ സൊസൈറ്റീസിലും ഹ്യൂമൻ കമ്മ്യൂണിറ്റീസിനെയൊക്കെ എങ്ങനെയാണ്, ഹൗ ദി ഏൻഷ്യന്റ് എൻവിറോൺമെന്റ് ഇമ്പാക്റ്റഡ് ദം. ദാറ്റ് ഈസ് ദി മെയിൻ എയിം ഓഫ് ദി സ്റ്റഡി ഓഫ് എൻവിറോൺമെന്റ് ആർക്കിയോളജി. ഓക്കെ, അപ്പം these archaeologists will be having huge amount of help from geologists, climatologists, in order to understand the ancient climate. അപ്പൊ എങ്ങനെയാണ് അവിടുത്തെ എൻവിറോൺമെന്റ് അവരെ അഫക്ട് ചെയ്തത്. ഓക്കെ, ജൂലിയൻ സ്റ്റുവാർട്ട് ഏത് തിയറിയാണ് പറയാം? നിയോ എവല്യൂഷനിസം. ജൂലിയൻ സ്റ്റുവാർട്ട് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് നിയോ എവല്യൂഷനിസം. ഇപ്പൊ നിയോ എവല്യൂഷനിസം പറയുന്ന ജൂലിയൻ സ്റ്റുവാർട്ട് ഒക്കെ ആക്ച്വലി ഈ മെത്തഡാണ് യൂസ് ചെയ്തത്. ഷി വാസ് എ കൾച്ചറൽ എക്കോളജിസ്റ്റ്. പുള്ളിക്കാരി അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, സ്റ്റുവാർട്ട് പറയുന്നത് മെയിൻലി കൾച്ചർ ഇവോൾവ് ഫ്രം ഇക്കോളജി.
എൻവിറോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ ചുറ്റുപാട് എന്താണോ അതനുസരിച്ചാണ് നമ്മുടെ കൾച്ചർ ഷിഫ്റ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, സൊസൈറ്റി ഹാവിംഗ് an environment suitable for cattle suitable environmental society ആണെങ്കിൽ that society might be a pastoral society. Cattle അവർക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. Cattle will be having religious significance. മനസ്സിലാവുന്നുണ്ടോ? Maybe cattle will be considered as God. ദൈവം വരെ ആവാൻ ചാൻസ് ഉണ്ട്. അതായത് അവിടെ കൾച്ചർ ഡിറ്റർമൈൻഡ് ആവുകയാണ്. പക്ഷെ അതിന്റെ റൂട്ട് അവിടെ കിടക്കുന്നതാണ്, അവിടെ എൻവറോൺമെന്റ് ആണ്. അവരുടെ ഇക്കണോമിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാറ്റിലാണ്. അങ്ങനെ എന്ത് ചെയ്തു, ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ യൂസ് ചെയ്ത് എൻവറോൺമെന്റും അതേപോലെ തന്നെ ഏൻഷ്യന്റ് എൻവറോൺമെന്റും കൾച്ചറും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പഠിക്കുന്നൊരു ആന്ത്രോപോളജിസ്റ്റ് ആണ് ജൂലിയൻ സ്റ്റുവർട്ട്. അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് കൾച്ചറൽ ഇക്കോളജി, അല്ലെങ്കിൽ ന്യൂ എവല്യൂഷൻസ് നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പൊ അദ്ദേഹമൊക്കെ എൻവറോൺമെന്റ് ആർക്കിയോളജിയിൽ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് in order to understand in order to develop the theory of cultural ecology. ഓർത്ത് നെക്സ്റ്റ് ഒരു സബ് ബ്രാഞ്ച് ആണ് മറൈൻ ആർക്കിയോളജി. മറൈൻ ആർക്കിയോളജി എന്ന് പറയുമ്പോൾ വി ആർ സ്റ്റഡിങ് ദി ഡീപ്പസ്റ്റ് പാർട്സ് ഓഫ് ദി ഓഷ്യൻസ് ആൻഡ് സീസ്. അതായത് മെയിൻലി ഇവര് ശ്രദ്ധിക്കുന്നത് പഴയ ഷിപ്രക്കുകൾ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ സ്ട്രക്ചർ. വെള്ളത്തിന് പണ്ട് ഉണ്ടായിരുന്നായിരിക്കാം, തീരത്തൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷെ പിന്നീട് നമ്മള് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള്, മറ്റേ മൂവ്മെന്റ് ഒക്കെ അല്ലെങ്കിൽ സീ റൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണം എന്ത് ചെയ്തു, അത് വെള്ളത്തിനടിയിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള കുറെ നാൾ കഴിഞ്ഞപ്പോൾ കടൽ കയറിയതായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ. അല്ലെങ്കിൽ ഷിപ്രക്കുകൾ, എന്തെങ്കിലും വലിയ ഷിപ്പുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണ്ടത്തെ പോർട്ടൽ സിറ്റീസ് ഒക്കെ, പോർട്ടൊക്കെ നമുക്കറിയാം. നമുക്ക് എമർജൻ കോസ്റ്റ് ആണ് ഇന്ത്യയുടെ ഈസ്റ്റിലുള്ളത് അല്ലെ. ഇന്ത്യയുടെ ഈസ്റ്റിൽ എമർജൻ കോസ്റ്റും വെസ്റ്റിലുള്ളത് സബ്മർജന്റ് കോസ്റ്റുമാണ്. ജോഗ്രഫി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഏരിയാസ് ഒക്കെ എന്താവും, ചിലപ്പോൾ സബ്മർജ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ പോർട്ട് സിറ്റീസ് ഒക്കെ എന്താവും, സബ്മർജ്ഡ് ആയി പോകാൻ ചാൻസ് ഉണ്ടാവും, വെള്ളത്തിന്റെ അടിയിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സിറ്റിയാണ് ദ്വാരക. ദ്വാരസമുദ്ര എന്നൊക്കെ പറയും. ഇത് ഒരു വർഷം പ്രിലിംസിന് ചോദിച്ചിട്ടുള്ളതാണ്. ദ്വാരസമുദ്ര ഗുജറാത്ത് മഹാരാഷ്ട്ര കോസ്റ്റിലുള്ളൊരു പഴയ ഒരു ഏൻഷ്യൻ സിറ്റിയാണ് കേട്ടോ. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന ലെഫ്റ്റിൽ കാണുന്നതാണ് ദ്വാരക. ഓക്കെ, പക്ഷെ അത് നമുക്ക് ഇത് എവിഡൻസസ് ഒന്നും ഇല്ല, ഇത് വെള്ളത്തിനടിയിലാണ് ഇതിന്റെ എവിഡൻസസ് ഉള്ളത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ കൾച്ചേഴ്സിനെ പറ്റിയൊക്കെ മനസ്സിലാക്കാനായിട്ട് we have a separate branch within archaeology that is called as marine archaeology. ഇതേപോലെ തന്നെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പോർട്ട് റോയൽ. ജമൈക്കൻ തീരത്തുള്ളൊരു പോർട്ട് സിറ്റി ആയിരുന്നു പോർട്ട് റോയൽ. ആ സിറ്റിയാണ് നിങ്ങൾ റൈറ്റിൽ കാണുന്നത് കേട്ടോ. അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, ഓർത്ത് വയ്ക്കാം. അത് മറ്റൊരു സബ് ബ്രാഞ്ച് ഓഫ് ആന്ത്രോപോളജി ആർക്കിയോളജിക്ക് സെറ്റിൽമെന്റ് ആന്ത്രോപോളജി. ഇത് മെയിൻലി സെറ്റിൽമെന്റ് പാറ്റേൺസിനെ പറ്റി പഠിക്കുന്നതാണ് കേട്ടോ. ഒരു പഴയ സൊസൈറ്റീസിലൊക്കെ എങ്ങനെയാണ് സെറ്റിൽമെന്റ്സ് വരുന്നത്, എങ്ങനെയാണ് വീടുകൾ, പാറ്റേൺ എന്തൊക്കെയാണ്, കോമൺ പാറ്റേൺ എന്താണ്, ഡിഫറൻസസ് ഒക്കെ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്ന സബ് ബ്രാഞ്ച് ഓഫ് ആന്ത്രോപോളജി സെറ്റിൽമെന്റ് ആന്ത്രോപോളജി. ഷെയർഡ് അർബനും റൂറൽ സ്പേസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മനസ്സിലാക്കുക. അർബൻ സ്പേസ് എങ്ങനെയാണ്, റൂറൽ സ്പേസസ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കുക. ഇത് ആദ്യമായിട്ട് ഈ സ്റ്റഡി എംപ്ലോയ് ചെയ്ത് ഗോർഡൻ ആർ വൈലി, പെറുവിലുള്ളൊരു സ്ഥലത്ത് വെച്ചിട്ട് ഗോർഡൻ ആർ വൈലി എന്നുള്ളൊരു ആർക്കിയോളജിസ്റ്റ് ആണ് ആദ്യമായിട്ട് ഈ ടൈപ്പ് ഓഫ് ആർക്കിയോളജി കൊണ്ടുവരുന്നത്. മെയിൻലി ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് സെറ്റിൽമെന്റ്സ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ആർക്കിയോളജിക്കൽ ആന്ത്രോപോളജി ഓർക്കേണ്ട കാര്യങ്ങൾ. ആദ്യം പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ട്, ഡെവലപ്മെന്റിന് ശേഷം ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഡെഫിനിഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാം. ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് നീഡ്, നിങ്ങളുടെ റോള് റിലവൻസ് ഒക്കെ എന്താണ്. ദെൻ ഓൾഡ് ന്യൂ നമ്മൾ വ്യത്യാസം, ബ്രാഞ്ചസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, റിവൈസ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സബ് ബ്രാഞ്ച് ഓഫ് ആന്ത്രോപോളജി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സബ് ബ്രാഞ്ച്. നമ്മൾ 3 എണ്ണം കഴിഞ്ഞു. 4ാമത്തെ സബ് ബ്രാഞ്ച് ആണ് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി കേട്ടോ. ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി മെയിൻലി ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ എന്റെ പേര് തന്നെ ഉണ്ട്, ലാംഗ്വേജ്, യൂസ് ഓഫ് ലാംഗ്വേജ്.
നിങ്ങളുടെ സിലബസ് എടുക്കുക, പേപ്പർ ചാപ്റ്റർ 1, പേപ്പർ 1 ചാപ്റ്റർ 7, പേപ്പർ 1 ചാപ്റ്റർ 7. ചാപ്റ്റർ 7 നമ്മൾ കൾച്ചർ, ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാപ്റ്റർ, നേച്ചർ, ഒറിജിൻ ഓഫ് ലാംഗ്വേജ്, വെർബൽ, നോൺ വെർബൽ ലാംഗ്വേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിയുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ. ഇപ്പൊ ജനറലി ബ്രാഞ്ചിന്റെ ഒരു ഓവറോൾ ഐഡിയ മതി നമുക്ക് എന്താണ് ഈ ബ്രാഞ്ച് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഏറ്റവും ന്യൂവസ്റ്റ് ബ്രാഞ്ച് ഓഫ് ആന്ത്രോപോളജി, ഏറ്റവും റീസെന്റ് ഡെവലപ്പ് ചെയ്ത ആന്ത്രോപോളജിയുടെ ബ്രാഞ്ചാണ് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി. ആന്ത്രോപോളജിയിൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്സിന്റെ എന്തെങ്കിലും റോളോ അല്ലെങ്കിൽ ഒക്കെ ആർക്കെങ്കിലും പറയാമോ? ഇതുവരെ പഠിച്ചു വെച്ചിട്ട് വാട്ട്സ് ദ റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ ആന്ത്രോപോളജി അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിയുടെ റെലവൻസ്? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? സാർ, ഓരോ കമ്മ്യൂണിറ്റിയിലും ലാംഗ്വേജ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് അപ്പോൾ അവരെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ. എനിത്തിങ് എൽസ്? Anything else? Any other point? അവരുടെ ഭാഷ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ മറ്റുള്ള ട്രൈബുകളോ അവർ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജ് എങ്ങനെ ഇവോൾവ് ആയി വന്നു. ഇപ്പൊ ഇന്തോ ഫാമിലി ഒക്കെ ഉണ്ടല്ലോ ലാംഗ്വേജിന്റെ, അത് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഈ പറഞ്ഞ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ കൾച്ചർ മനസ്സിലാവും. അപ്പോൾ കൾച്ചർ മനസ്സിലാക്കുന്നതാണ് ആന്ത്രോപോളജിയുടെ പ്രധാന ഉദ്ദേശം. അതേപോലെ കൾച്ചർ ഡിഫ്യൂഷൻ മനസ്സിലാക്കും, കൾച്ചർ കോണ്ടാക്ട് മനസ്സിലാക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പം നിങ്ങളുടെ ഇപ്പം ഫോർ എക്സാമ്പിൾ നീതു പാലക്കാടാണ് നീതുടെ വീട് കേട്ടോ. അപ്പൊ പക്ഷെ നീതു ട്രിവാൻഡ്രത്തോട്ട് വന്നു. കുറെ നാൾ നീതു ട്രിവാൻഡ്രത്ത് നിന്നു വിചാരിക്കുക, ഒരു 10-15 വർഷം ട്രിവാൻഡ്രം സെറ്റിൽ ആയിരുന്നു. പക്ഷെ ട്രിവാൻഡ്രം സ്ലാങ് കുറച്ച് നീതുവിന് കിട്ടുമെന്ന് വിചാരിക്കുക. പാലക്കാടൻ സ്ലാങ്ങിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നു, ട്രിവാൻഡ്രം സ്ലാങ് കുറച്ച് വരാൻ തുടങ്ങി. ഓക്കെ. അപ്പം ഇവിടെ എന്ത് സംഭവിച്ച ആക്ച്വലി രണ്ട് കൾച്ചറൽ ഏരിയ ആണ്, രണ്ട് ഡിഫറെന്റ് ഏരിയ ആണ്. ബട്ട് ഈ കോണ്ടാക്ട് കാരണം, ഈ കൾച്ചർ നമ്മളുടെ കോണ്ടാക്ട് കാരണം ചില ലാംഗ്വേജിന്റെ എലമെന്റ്സ് എങ്ങോട്ടേക്ക് വന്നു, ഈ ഒരു ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് വന്നു. മനസ്സിലായോ? രണ്ട് കൾച്ചർ തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിംഗ്വിസ്റ്റിക് എലമെന്റ്സ് അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ എലമെന്റ്സ് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ. അതാണ് മറ്റൊരു റോൾ എന്ന് പറയുമ്പോൾ. മെയിൻലി പറഞ്ഞ റോളുകളൊക്കെ എന്തൊക്കെയായിരുന്നു? ഒന്ന്, നമ്മൾ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ്, അതേപോലെ ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റ് മനസ്സിലാക്കാൻ പറ്റും, ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലാംഗ്വേജ് മനസ്സിലാക്കും. അതേപോലെ തന്നെ നമുക്ക് കൾച്ചറിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയുടെ കൾച്ചർ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കൾച്ചർ കോണ്ടാക്ട് വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട് ത്രൂ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഇവോൾവ് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. അതിനൊപ്പം തന്നെ മനുഷ്യൻ മറ്റ് മൃഗങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തനാക്കുന്ന ഒരു വൺ ഓഫ് ദി മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചർ ആണെന്ത്? ലാംഗ്വേജ്, എബിലിറ്റി ടു സ്പീക്ക് ചെയ്യാനും ഒരു പ്രോപ്പർ റിട്ടൺ ലാംഗ്വേജും സ്ക്രിപ്റ്റ് ഉൾപ്പെടെ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അതർ ആനിമൽസിൽ നിന്നും മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഡിഫർ ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഓഫ് ഹ്യൂമൻ കൾച്ചർ. ഓക്കെ. അപ്പോൾ ആന്ത്രോപോളജിയുടെ സെൻട്രൽ ഐഡിയ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? സ്റ്റഡി ഓഫ് കൾച്ചർ ആണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് ലോജിക്കൽ ടു സ്റ്റഡി ദി ലിംഗ്വിസ്റ്റിക് പാർട്ട് ഓഫ് ആന്ത്രോപോളജി. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് മാൻ വി ഹാവ് ടു സ്റ്റഡി ഹിസ് ലാംഗ്വേജ്. ഓക്കെ. അപ്പോൾ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി is the youngest branch of discipline and it is defined as the study of language from an anthropological perspective. ഒരു ആന്ത്രോപോളജി പെർസ്പെക്റ്റീവില് ലാംഗ്വേജിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ലിംഗ്വിസ്റ്റിക്. അപ്പൊ ഈ ആന്ത്രോപോളജി പെർസ്പെക്റ്റീവ് എന്തായിരിക്കും? ഒരു ലിംഗ്വിസ്റ്റ്, നമുക്ക് ഓൾറെഡി ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞൊരു
ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ. ലിംഗ്വിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർ ലാംഗ്വേജിനെ പറ്റി പഠിക്കുന്നവരാണ്. ദെൻ വൈ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിസ്റ്റ്? നമ്മൾ വ്യത്യാസമുണ്ട്. മെയിൻ ആയിട്ടൊരു ഡിഫറൻസ് പറയുമ്പോൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, വി ആർ ആക്ച്വലി സ്റ്റഡിങ് ലാംഗ്വേജ് ഫ്രം ആൻ ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവ്. ഓക്കെ, ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പം ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ ലാംഗ്വേജിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വി ആർ അണ്ടർസ്റ്റാൻഡിങ് ലാംഗ്വേജിനെ സോഷ്യോ കൾച്ചറൽ സെറ്റിംഗ്. ജസ്റ്റ് നമ്മൾ ലാംഗ്വേജിന്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ലാംഗ്വേജിനെ പറ്റി മാത്രം മനസ്സിലാക്കുക എന്നുള്ളതല്ല ഉദ്ദേശം. ലാംഗ്വേജിനെ പറ്റി മനസ്സിലാക്കണം, പക്ഷെ അതിന്റെ മെയിൻ ഉദ്ദേശം ആക്ച്വലി ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതല്ല. ലാംഗ്വേജിനെ പഠിക്കുക എന്നുള്ളതല്ല പ്രധാന ഉദ്ദേശം. പക്ഷെ ലിംഗ്വിസ്റ്റിന്റെ പ്രധാന ഉദ്ദേശം മെയിൻ എയിം മൈറ്റ് ബി ദി സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, ബട്ട് എ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിസ്റ്റ് മെയിൻ എയിം ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി കൾച്ചർ. അതായത് അവിടുത്തെ സൊസൈറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലാംഗ്വേജിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിൽ എങ്ങനെയാണ് ലാംഗ്വേജ് വർക്ക് ചെയ്യുന്നത്, കേട്ടോ. അപ്പം ഇതിനെയാണ് നമ്മൾ മെയിൻലി ഒരു ആന്ത്രോപോളജിക്കൽ പെർസ്പെക്റ്റീവ് ഉദ്ദേശിക്കുന്നത്. അപ്പം നോക്കുക ഇതിന്റെ കാര്യങ്ങൾ. ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് ആസ് ദി സ്റ്റഡി ഓഫ് സിസ്റ്റമാറ്റിക് എവല്യൂഷൻ ആൻഡ് വേരിയേഷൻ ഓഫ് വേരിയസ് ലാംഗ്വേജസ്. ഇത് ആക്ച്വലി സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജിയുടെ ഒരു ഭാഗമായിട്ട് നിന്നിരുന്നൊരു സബ് ബ്രാഞ്ച് ആയിരുന്നു. ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജി. ഓക്കെ, അതായത് അതിനകത്ത് ലാംഗ്വേജസ് മനസ്സിലാക്കി സോഷ്യോ കൾച്ചറൽ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീങ്സ് മനസ്സിലാക്കാൻ വേണ്ടി കിടന്നിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിയുടെ ഒറിജിൻ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ട്രേസ് ചെയ്യുകയാണെങ്കിൽ ഒരു പഴയ ഫിലോസഫിക്കൽ റൈറ്റേഴ്സിന്റെ ഒക്കെ 17-18 സെഞ്ചുറിയിലുള്ള ഫിലോസഫിക്കൽ റൈറ്റേഴ്സിന്റെ ഒക്കെ ഒരു റൈറ്റിംഗ്സിലൊക്കെയാണ് നമ്മൾ മെയിൻലി ഈ ആർക്കിയോളജിക്കൽ ഈ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിയുടെ ഒരു റൂട്ട്സ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഡെവലപ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡെവലപ്മെന്റ് ഓഫ് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയേണ്ടത് E.B. ടൈലറിന്റെ പേരാണ്. E.B. ടൈലറിന്റെ ഏതായിരുന്നു തിയറി കൾച്ചറൽ എവല്യൂഷൻസ്. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ഒരു റിസർച്ചസ് ഇൻടു ഏർലി ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്, റിസർച്ചസ് ഇൻടു early history of mankind was the first anthropologist to evoke some interest studying the origin of language. ലാംഗ്വേജിന്റെ ഒറിജിനെ പറ്റി പഠിക്കണം എന്ന് ആദ്യമായിട്ട് പറയുന്ന ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ആണ് E.B. ടൈലർ, കേട്ടോ. അദ്ദേഹത്തിന്റെ ഒരു വർക്കുണ്ട് റിസർച്ചസ് ഇൻടു ഏർലി ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. അതിനകത്താണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത്. വി ഹാവ് ടു സ്റ്റഡി ഒറിജിൻ ഓഫ് ലാംഗ്വേജ്. അദ്ദേഹം ഒരു ക്ലാസിക്കൽ എവല്യൂഷനിസ്റ്റ് ആണ്, കേട്ടോ. അപ്പൊ എവല്യൂഷനിസ്റ്റിന്റെ പ്രധാന ജോലി എന്താണ്? എല്ലാത്തിന്റെ എവല്യൂഷൻ പഠിക്കാൻ പറ്റും, അല്ലെ? എങ്ങനെയാണ് എല്ലാം വരുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. സോ he also studied, since language is a part of culture, he also tried to understand or emphasized to understand the origin of languages. First one. Next, until the early decades of 20th century, ഈ ബ്രാഞ്ചിനെ നമ്മൾ ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. It was not called as linguistic anthropology, rather it was called as ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ, അങ്ങനെ ആയിരുന്നു ഇതിന്റെ പേര്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അതും സോഷ്യോ കൾച്ചറൽ ആന്ത്രോപോളജിയുടെ സബ്സെക്ഷൻ ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമായിരുന്നുണ്ട് ഈ ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. ഇതിന്റെ പ്രധാന ഉദ്ദേശം ഒറിജിനും ലാംഗ്വേജിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് പിന്നീട് ഇതിനെപ്പറ്റി ഒരു അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ തിങ്കർ മലിനോസ്കിയാണ്. അദ്ദേഹം വളരെയധികം ഇതിനെപ്പറ്റി എംഫസൈസ് ചെയ്തിട്ടുണ്ട്, മലിനോസ്കി. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾ എന്തായാലും പറയണം, ബിക്കോസ് മലിനോസ്കി പറഞ്ഞത് എമിക് പെർസ്പെക്റ്റീവ് ആണ്, കേട്ടോ. എമിക് എന്ന് പറയുമ്പോൾ എന്താ? ഒരു സൊസൈറ്റിക്ക് അവരുടെ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനാണ് എമിക് പെർസ്പെക്റ്റീവ്. സോ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് എ സൊസൈറ്റി ഇൻ ഇറ്റ്സ് എമിക് പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കണമെങ്കിൽ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ലാംഗ്വേജ്. അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കാതെ എങ്ങനെയാണ് അവരുടെ എമിക് പെർസ്പെക്റ്റീവിൽ അവരെ മനസ്സിലാക്കുന്നതെന്ന് മലിനോസ്കി ചോദിക്കുകയുണ്ടായി. അങ്ങനെ സിമ്പിൾ സൊസൈറ്റീസ് അല്ലെങ്കിൽ ട്രൈബൽ സൊസൈറ്റീസിനെയൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് പഠിക്കണം. അല്ലെങ്കിൽ ഈ മലിനോസ്കി തന്നെയാണ് ഫീൽഡ് വർക്കിൽ കുറെ എംഫസൈസ് ചെയ്തിട്ടുള്ളത്. ഫീൽഡ് വർക്ക് ആന്ത്രോപോളജിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നതും മലിനോസ്കി തന്നെയാണ്. അതിന് മുന്നേ വരുന്ന ക്ലാസിക്കൽ എവല്യൂഷൻസ് ലൈക്ക് E.B. ടൈലറൊക്കെ മെയിൻലി നമ്മൾ ഓൾറെഡി പറഞ്ഞ അവർക്ക് ആം ചെയർ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു. അത് സെക്കൻഡറി ഡേറ്റയിലൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഫീൽഡ് വർക്ക് ഡയറക്ട്ലി ഫീൽഡ് സ്റ്റഡീസ് കൂടുതലായിട്ട് വരുന്നത് മലിനോസ്കിയുടെ ഒക്കെ ടൈമിലാണ്. ഓക്കെ, അപ്പൊ മലിനോസ്കി ഈ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഈ ട്രൈബൽ സൊസൈറ്റീസിനൊക്കെ പഠിക്കുമ്പോൾ അവരുടെ ലാംഗ്വേജ് എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഫീൽഡ് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ലാംഗ്വേജ് അറിയത്തില്ലെങ്കിൽ അവരോട് എങ്ങനെ കാര്യങ്ങൾ ചോദിക്കും?
നമുക്കോടൊപ്പം ഇംഗ്ലീഷ് ചോദിച്ചാൽ അവർക്ക് മനസ്സിലായെന്ന് വരില്ല. സോ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ലാംഗ്വേജ് ഇൻ ഓർഡർ ടു കണ്ടക്ട് എ പ്രോപ്പർ ഫീൽഡ് വർക്ക്. അപ്പോൾ അത് ഓർക്ക് മാലിനോസ്കിയുടെ സജഷൻസും അദ്ദേഹത്തിന്റെ തോട്ട്സും. പിന്നെ 1930s ശേഷം സപ്പീർ വോർഫ് ഹൈപ്പോത്തസിസ് വന്നു. അതേപോലെ തന്നെ ക്ലൗഡ് ലെവി-സ്ട്രോസിന്റെ സ്ട്രക്ചറലിസം. ഇത് രണ്ടും പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളാണ്. സപ്പീർ വോർഫ് ഹൈപ്പോത്തസിസ് പ്രാവശ്യം UPSC മെയിൻസ് ചോദിച്ചിട്ടുണ്ട് ആന്ത്രപ്പോളജിയിൽ. അത് നമ്മൾ ലേറ്റർ ഓൺ പഠിക്കും. കൾച്ചർ ലാംഗ്വേജ് ചാപ്റ്റർ 7 പഠിക്കാനുണ്ട്. ചാപ്റ്റർ 7 നമുക്ക് സപ്പീർ വോർഫ് ഹൈപ്പോത്തസിസ്, ദ റിലേഷൻ ബിറ്റ്വീൻ കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജ് കൾച്ചർ എങ്ങനെയാണ് ലാംഗ്വേജ്, നമ്മൾ കൾച്ചർ മനസ്സിലാക്കാൻ വേണ്ടി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചില്ലേ? ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യമാണ്. ഒരു പർട്ടിക്കുലർ ഏരിയയുടെ കൾച്ചറാണ് അവരുടെ ലാംഗ്വേജിനെ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇതാക്കുന്നത്. ഓക്കെ, കൾച്ചർ കാരണമാണ് ലാംഗ്വേജ് ഡെവലപ്പ് ആവുന്നത്. അവരുടെ കൾച്ചറൽ ആയിട്ടുള്ള കാര്യമാണ്. കൾച്ചറലിൽ ഉള്ള ഒരു ഇമ്പാക്ട് എന്തായാലും ലാംഗ്വേജിൽ ഉണ്ടാവും. പക്ഷെ തിരിച്ചും ഇമ്പാക്ട് ഉണ്ടാവുന്നതാണ് സപ്പീർ വോർഫ് ഹൈപ്പോത്തസിസ് പറഞ്ഞത്. ലാംഗ്വേജ് കൾച്ചറിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അന്നേരം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ഇപ്പോഴേ അതിനെപ്പറ്റി പറഞ്ഞ് ഇതാക്കുന്നില്ല. ചാപ്റ്റർ 7 നമുക്കത് പഠിക്കാനുണ്ട്. പിന്നൊന്ന് ക്ലൗഡ് ലെവി-സ്ട്രോസ്. ക്ലൗഡ് ലെവി-സ്ട്രോസ് ഏത് തിയറി ആയിരുന്നു? സ്ട്രക്ചറലിസം കേട്ടോ, സ്ട്രക്ചറലിസം. ചാപ്റ്റർ നമ്പർ 6 തേർഡ് സ്കൂളായിരുന്നു, ഡി. ചാപ്റ്റർ നമ്പർ 6 ഡി. പേപ്പർ 1 ചാപ്റ്റർ നമ്പർ 6 ഡിയില് സ്ട്രക്ചറലിസം എന്ന തിയറി ഉണ്ട്. അതിനകത്ത് ലെവി-സ്ട്രോസ്, അതാണ് ക്ലൗഡ് ലെവി-സ്ട്രോസ്. അദ്ദേഹം ഒരു സ്ട്രക്ചറലിസ്റ്റ് ആണ്. ഈ സ്ട്രക്ചറലിസത്തിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലാംഗ്വേജിനെ പറ്റി മനസ്സിലാക്കും. അതും നമുക്ക് ആക്ച്വലി അന്നേരം സ്ട്രക്ചറലിസം പഠിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് അന്നേരം മനസ്സിലാക്കാം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സപ്പീർ വോർഫ് ഹൈപ്പോത്തസിസും അതേപോലെ സ്ട്രക്ചറലിസവും രണ്ടും ആക്ച്വലി ലാംഗ്വേജിനെ ഇമ്പോർട്ടൻസ് ഓഫ് ആന്ത്രപ്പോളജി ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഈ രണ്ട് ടേം ഒന്ന് സർക്കാർ ഈ പേരുകളൊന്ന് ഓർത്ത് വയ്ക്കുക. ലേറ്റർ ഓൺ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ കണക്ട് ചെയ്ത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ലാംഗ്വേജ് ആൻഡ് ഹ്യൂമൻ തോട്ട് പ്രോസസ് കേട്ടോ, അതെങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിൽ ഇംപ്ലൈഡ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിൻലി സപ്പീർ വോർഫ് ഹൈപ്പോത്തസിസും അതേപോലെ തന്നെ സ്ട്രക്ചറലിസവും ഫോക്കസും. ഓക്കെ, ലേറ്റർ ഓൺ 1950s ഒക്കെ ആയപ്പോഴത്തേക്ക് ലാംഗ്വേജിന്റെ സ്റ്റഡി ഫർദർ ഇൻക്രീസ് ചെയ്തു. നിയോ എവല്യൂഷനിസ്റ്റ് ഒക്കെ ഇതിനകത്തില് നിങ്ങളുടെ നിയോ എവല്യൂഷൻ സ്കൂളിനകത്ത് തിങ്കേഴ്സ് ഒക്കെ സിംബോളിക് ഇന്റർപ്രിറ്റേറ്റീവ് ആന്ത്രപ്പോളജി അതേപോലെ കോഗ്നിറ്റീവ് ആന്ത്രപ്പോളജിസ്റ്റ് ഇവരെല്ലാവരും എന്ത് ചെയ്തു? ലാംഗ്വേജിന്റെ സ്റ്റഡീസിനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു. എസ്പെഷ്യലി ഇതിനകത്തില് കാണുന്ന ടേർണർ കോഗ്നിറ്റീവ് തിയറീസ് തിയറി ഉണ്ടോ? ഐ പേപ്പർ ചാപ്റ്റർ 6 ഐ. അതിലെ കോംഗ്ലി എന്ന് പറഞ്ഞിട്ടൊരു തിങ്കർ ഉണ്ട്, കോംഗ്ലി. അദ്ദേഹം ആക്ച്വലി ഒരു സൊസൈറ്റി പോയിട്ട് ലാംഗ്വേജ് പഠിച്ചത് അവിടുത്തെ. അത് വെച്ചിട്ടാണ് അദ്ദേഹം അവിടുത്തെ കൾച്ചർ പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കോഗ്നിറ്റീവ് തിയറിസ്റ്റ് ലൈക്ക് കോംഗ്ലിൻ, ടൈലർ ഇവരൊക്കെ എന്ത് ചെയ്തു? ടൈലർ അല്ല, വേറെ ടൈലറാണ്. ഓക്കെ, ഇവരൊക്കെ എന്ത് ചെയ്തിട്ട് ഇവരൊക്കെ ആക്ച്വലി ലാംഗ്വേജസിനെ ബേസ് ചെയ്തിട്ടാണ് കൾച്ചറിനെയൊക്കെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം വീണ്ടും പോസ്റ്റ് 1950s വീണ്ടും ഫർദർ ഡെവലപ്മെന്റ് സംഭവിച്ചു. ലേറ്റർ ഓൺ ഇപ്പോഴും ഈ സമയത്തെല്ലാം ഇതിന്റെ പേര്, ഈ ബ്രാഞ്ചിന്റെ പേര് ആന്ത്രപ്പോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ് എന്നായിരുന്നു. ആന്ത്രപ്പോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. പിന്നീട് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിയുടെ ടേം വരുന്നത് 1960s ഡെൽ ഹൈംസ് പറഞ്ഞിട്ടൊരു ആന്ത്രപ്പോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പേര് ഓർത്ത് വയ്ക്കാൻ. ഡെൽ ഹൈംസ് ആണ് എന്ത് ചെയ്തത്? ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി ഒരു ടേം കോയിൻ ചെയ്തത്. അദ്ദേഹം എല്ലാ എഫോർട്ടും ഇതുവരെ നടന്നിട്ടുള്ള ലാംഗ്വേജിന്റെ ബേസിലുള്ള ആന്ത്രപ്പോളജി നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൺസോൾട്ടേറ്റ് ചെയ്തു ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് ആന്ത്രപ്പോളജി ഉണ്ടാക്കി. അതിനെയാണ് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി. ഓക്കെ, ഇപ്പൊ ഡെൽ ഹൈംസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റ് ആണ്, അതേപോലെ തന്നെ സോഷ്യോ ലിംഗ്വിസ്റ്റ് ആണ്, അതേപോലെ ആന്ത്രപ്പോളജിസ്റ്റ് ആണ്, ഹോളോകോസ്റ്റ് ആണ്. ഓക്കെ, ഇദ്ദേഹം പസഫിക് നോർത്ത് വെസ്റ്റിന്റെ ഒക്കെ ഉള്ള അവിടെയുള്ള ലാംഗ്വേജസിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ റിസർച്ചസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് 4th സബ് ഫീൽഡ് ഓഫ് ആന്ത്രപ്പോളജി, ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി ടേം കൊണ്ടുവരുന്നത്. 4ാമത്തെ സബ് ഫീൽഡ് അങ്ങനെയാണ് ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, സ്കോപ്പ് ഓഫ് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി നമുക്ക് ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ലാംഗ്വേജും കൾച്ചറും തമ്മിൽ ഒരു റിലേഷൻ മനസ്സിലാവും. ലിംഗ്വിസ്റ്റിക് വേരിയേഷൻ മനസ്സിലാവും. ലാംഗ്വേജ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലാംഗ്വേജ്. അതേപോലെ തന്നെ ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് മറ്റൊരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിരിക്കുന്നത്, എങ്ങനെയാണ് കൾച്ചർ എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത്.
എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത്, പഠിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. എന്തൊക്കെ ഹ്യൂമൻ ബയോളജിക്കൽ പ്രോസസ്സ് ഉണ്ട് ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ട്. എപ്പോഴാണ് ഒരു വ്യക്തി ആദ്യമായിട്ട് ലാംഗ്വേജ് പഠിക്കുന്നത്, ഒരു കുട്ടി ജനിച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ലാംഗ്വേജ് പറയാൻ തുടങ്ങുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആന്ത്രോപോളജിയിൽ വരും. യൂസ് ഓഫ് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് വേരിയസ് ആസ്പെക്ട് ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ പല ആസ്പെക്റ്റുകളെ പറ്റി മനസ്സിലാക്കാൻ എന്ത് ചെയ്യാം, ഓൾറെഡി പറഞ്ഞ സിംബോളിക്കും കോഗ്നിറ്റീവ് ആന്ത്രോപോളജിസ്റ്റ് ഇപ്പൊ പഠിച്ച കോംഗ്ലിനൊക്കെ കേട്ടോ, കോംഗ്ലിൻ ടൈലറൊക്കെ, ഇവരൊക്കെ ആക്ച്വലി ലാംഗ്വേജ് എന്ത് ചെയ്തു ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദി കൾച്ചർ. കൾച്ചറിനെ പറ്റി മനസ്സിലാക്കാൻ ലാംഗ്വേജ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലാംഗ്വേജ് എങ്ങനെയാണ്, കൾച്ചറൽ ലാംഗ്വേജ് എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റു സൊസൈറ്റി ട്രാൻസ്മിറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഒരു ജനറേഷനിൽ നിന്ന് ഒരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുന്നത്, ഒരു സൊസൈറ്റിയിൽ നിന്ന് മറ്റു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്മിറ്റഡ് ആവുന്നതൊക്കെ പഠിക്കാനായിട്ട് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജിസ്റ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ കൾച്ചർ കോണ്ടാക്ട്, അവരോട് ഞാൻ പറഞ്ഞായിരുന്നു, രണ്ട് കൾച്ചർ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പുതിയ വേർഡ്സും പുതിയ ഫ്രേസസും ഒക്കെ വരും. അപ്പം നമുക്ക് മനസ്സിലാവും കൾച്ചർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെന്നും അതേപോലെ തന്നെ ഇന്റർമിക്സ് ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ. ഓക്കെ. അപ്പം ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി, ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ ഡിഫറൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അതാണ് ഈ കൊടുത്തേക്കുന്നത് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി, ലിംഗ്വിസ്റ്റിക്സ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ. ഇപ്പോൾ ലിംഗ്വിസ്റ്റിക്സ് മെയിൻലി എന്തായിരുന്നു, ഹിസ്റ്ററി, സ്ട്രക്ചർ, വേരിയേഷൻ, മീനിങ് ഓഫ് ലാംഗ്വേജ് മാത്രമേ ഉള്ളെങ്കിൽ ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പഠിക്കുന്നത്. ദാറ്റ്സ് ദി മെയിൻ ഡിഫറൻസ്. ഇനി ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക് ആന്ത്രോപോളജി, ബ്രാഞ്ചസ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ബ്രാഞ്ച് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്. ഓക്കെ. സോഷ്യോ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ലാംഗ്വേജ് സോഷ്യൽ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. അതായത് നമ്മൾ പല സോഷ്യൽ കോണ്ടെക്സ്റ്റിലും ലാംഗ്വേജ് ഡിഫറെന്റ് ആവും. ഫോർ എക്സാമ്പിൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന പോലെയാണോ നിങ്ങൾ പേരൻസിനോട് സംസാരിക്കുന്നത്, നിങ്ങൾ ബ്രദർ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന പോലെയാണോ പേരൻസിനോട് സംസാരിക്കുന്നത്? അല്ല. ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് കുറച്ചുകൂടെ ഫ്രീ ആൻഡ് ഓപ്പൺ ആയിട്ടായിരിക്കും ചെയ്യുന്നത് സംസാരിക്കുന്നത്. അതിനകത്ത് യൂസ് ചെയ്യുന്ന വാക്കുകൾ ഫോർ എക്സാമ്പിൾ മലയാളത്തിലാണ് ഏടാ, ഓടാ എന്നൊക്കെയുള്ള വാക്കുകളായിരിക്കും. പക്ഷെ നമ്മൾ പേരൻസിനോട് സംസാരിക്കുകയാണെങ്കിൽ പേരൻസിനെ വിളിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ബഹുമാനമുള്ള ടേംസ് ഒക്കെ ആയിരിക്കും. ഓക്കെ. അപ്പം അല്ലെങ്കിൽ നിങ്ങളൊരു ഫോർമൽ സിറ്റുവേഷനിൽ പോവുകയാണ്, നിങ്ങളൊരു ഫംഗ്ഷൻ, ഫോർമൽ ആയിട്ടൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കുകളായിരിക്കില്ല നിങ്ങൾ ഇൻഫോർമൽ ആയിട്ടൊരു ഗ്യാതറിങ്ങിന് പോകുമ്പോൾ, കൂട്ടുകാരോട് കറങ്ങാൻ പോകുമ്പോൾ പറയുന്ന വാക്കുകളായിരിക്കില്ല ഒരു പക്ഷെ എന്ത് ചെയ്യുന്നത് നമ്മൾ ഒരു ഫോർമൽ ഫംഗ്ഷന് പോകുമ്പോൾ നമ്മൾ സംസാരിക്കും. അപ്പൊ സെയിം സിറ്റുവേഷൻസ് ആയിരിക്കാം, സെയിം ലാംഗ്വേജ് ആയിരിക്കാം, സെയിം ടേംസ് ആയിരിക്കാം, ബട്ട് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിഫറെന്റ്ലി ഇൻ ഡിഫറെന്റ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് കേട്ടോ. അപ്പം അതിനെയാണ് നമ്മൾ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇതിനെ എത്നോ ലിംഗ്വിസ്റ്റിക്സ് എന്നും പറയും കേട്ടോ. അപ്പൊ ഇത് നിങ്ങളുടെ ചാപ്റ്റർ 7 എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടേം ഉണ്ട്, സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഓഫ് ലാംഗ്വേജ്. സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ഇതിനകത്ത് ഒരുപാട് കേസ് സ്റ്റഡി ഒക്കെ പഠിക്കാനുണ്ട്, രസകരമായിട്ടുള്ള കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി അന്നേരം നോക്കാം. ഓക്കെ. മറ്റൊന്ന് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്. ഇതൊരു ഡയാക്രോണിക് സ്റ്റഡിയാണ്. ഡയാക്രോണിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ടൈം പീരീഡ് ഉള്ള സ്റ്റഡിയാണ്. ഒരു പല ലാംഗ്വേജ് പല ടൈമിൽ എങ്ങനെയായിരുന്നു ഇവോൾവ് ചെയ്ത് വന്നത്, അല്ലെങ്കിൽ ചേഞ്ചസ് ദാറ്റ് ഹാസ് ഒക്കേർഡ് ടു ലാംഗ്വേജസ് ഓവർ ടൈം. ഇപ്പൊ നമ്മുടെ മലയാളം എടുക്കുകയാണെങ്കിൽ തന്നെ പണ്ട് സംസാരിച്ച പോലത്തെ മലയാളം അല്ല ഇപ്പൊ സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പല ഡയലക്റ്റ് വന്നിട്ടുണ്ട് മലയാളത്തിൽ. അതേപോലെ തന്നെ മറ്റു പല ലാംഗ്വേജ്, ഇംഗ്ലീഷും ഒക്കെ കുറച്ചൊക്കെ എലമെന്റ്സ് എന്ത് ചെയ്തു മലയാളത്തിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്യുവർ മലയാളം ആണോ സംസാരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ അല്ലായിരിക്കും. ഓക്കെ. അപ്പം അങ്ങനെയുള്ള ഒരു ലാംഗ്വേജിന്റെ എവല്യൂഷൻ അല്ലെങ്കിൽ പഴയ ചേഞ്ചസ് ഓവർ ദി ടൈം, അതിനെയാണ് വിളിക്കുന്നത് ഹിസ്റ്റോറിക്കൽ ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. ഡയാക്രോണിക് സ്റ്റഡിയാണ്, ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിനെ പല ടൈം പീരീഡിൽ അതിനെ മനസ്സിലാക്കും, അതിനെയാണ് ഡയാക്രോണിക് സ്റ്റഡീസ്. മറ്റൊന്ന് സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ പ്രോസസ്. നമ്മുടെ ലാംഗ്വേജ് മനസ്സിലാക്കാനും ഡെവലപ്പ് ചെയ്യാനും ഹ്യൂമൻ ബീങ്സിന് ലാംഗ്വേജ് മറ്റൊരു സ്പീഷീസിനും ഇല്ലാത്തൊരു ഒരു കഴിവാണത്. ലാംഗ്വേജ് മനസ്സിലാക്കുക, ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളത്. അതെങ്ങനെയാണ് സാധിക്കുന്നത്, എന്ത് സൈക്കോളജിക്കൽ പ്രോസസ്സാണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നത് ഇൻ ഓർഡർ ടു ഹെൽപ്പ് അസ് അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ്. ഇതിന് പല കാര്യങ്ങളുണ്ട്. ബ്രോക്കാസ് ഏരിയ, ബ്രെയിനിൽ തന്നെയുള്ള ഏരിയാസ് ആണ് ബ്രോക്കാസ് ഏരിയ, വെർണക് ഏരിയ, വെർണക്സ് ഏരിയ. ഓക്കെ. ബ്രോക്കാസ് ഏരിയ, വെർണക് ഏരിയ ഒക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നീട് നോക്കും. ഇത് ബ്രെയിനിലുള്ള രണ്ട് ഏരിയ ആണ്. ഇത് രണ്ടും ആക്ച്വലി എന്താണ്, ബ്രെയിനിന് ലാംഗ്വേജ് പ്രോസസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കമ്പോണന്റ്. ഇത് ഹ്യൂമൻ ബ്രെയിനിൽ മാത്രമേ ഉള്ളൂ ഈ രണ്ട് ഏരിയാസ്. അപ്പോൾ
അതും പോൾ ബ്രോക്ക എന്നൊരു സയന്റിസ്റ്റിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹമാണ് ഈ ബ്രോക്കാസ് ഏരിയ എന്ത് ചെയ്ത് പറഞ്ഞത്. അതേപോലെ നമ്മുടെ തൊണ്ടയുടെ അവിടെ ഒരു ബോണുണ്ട്, സെപ്പറേറ്റ് ബോണുണ്ട് നെക്കിന്റെ അവിടെ ആയിട്ട്, അതിനെ ഹൈബോയിഡ് ബോൺ എന്ന് വിളിക്കും കേട്ടോ. ആ ബോണും നമ്മുടെ സോഫ്റ്റ് ആയിട്ടൊരു ബോണാണ്. നമ്മുടെ തൊണ്ടയുടെ അവിടെ ഇച്ചിരി ഫ്ലെക്സിബിൾ ആക്കും ഈ ബോൺ വരുമ്പോൾ കേട്ടോ. അതേപോലെ നമ്മുടെ നാക്കും നമ്മുടെ വായുവൊക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഒരു ആ ഒരു ലാംഗ്വേജ് സംസാരിക്കാനുള്ളൊരു രീതിയിലാണ്. ഓക്കെ, അതിനെപ്പറ്റി നമ്മൾ പിന്നീട് നോക്കും. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മറ്റ് സൈക്കോളജി, ബ്രെയിനിൽ എന്തൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് സംഭവിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ ഏജ് വെച്ച് എങ്ങനെയാണ് പല ലാംഗ്വേജ് ആളുകൾക്ക് സംസാരിക്കാനും പഠിക്കാനും ഒക്കെ പറ്റും, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇതിനെയൊക്കെ സൈക്കോ ലിംഗ്വിസ്റ്റിക്. ഇനി സ്ട്രക്ചർ ലിംഗ്വിസ്റ്റിക്. സ്ട്രക്ചർ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ മറ്റൊരു ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജി. ഇത് മെയിൻലി ഡിസ്ക്രിപ്റ്റീവ് ലിംഗ്വിസ്റ്റിക്, അതായത് ലാംഗ്വേജിനെ പറ്റി പഠിക്കുക, ഇതാണ് പ്രധാന ഉദ്ദേശം. അത് ലാംഗ്വേജ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ആവുന്നത്, എന്തൊക്കെ റൂൾസ് ആണ് ലാംഗ്വേജിനെ ഗവേൺ ചെയ്യുന്നത്, സെന്റൻസസ് എങ്ങനെ സ്പീച്ച് ആയിട്ട് എങ്ങനെ, അതായത് ലാംഗ്വേജിനകത്തെ ഗ്രാമർ, ലെക്സിക്കൽ എലമെന്റ്സ്, അതേപോലെ എന്തൊക്കെ സൗണ്ടുകളാണ് കമ്പൈൻഡ് ആയിട്ട് വരുന്നത് ലാംഗ്വേജ് ഡെവലപ്പ് ആവാൻ കേട്ടോ, എന്തൊക്കെ ടൈപ്പ് ഓഫ് സൗണ്ടുകളാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ലാംഗ്വേജിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുന്നതാണ് സ്ട്രക്ചർ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്ര പറയാ. ഇനി ഒരു കൺക്ലൂഷൻ കൊടുക്കാൻ വേണ്ടി, ഇതിനെപ്പറ്റി ചോദിക്കാൻ കൺക്ലൂഷൻ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ക്ലൗഡ് ലെവേസ്റ്റോസ് പറയുന്നത് ഫ്യൂച്ചർ ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ ക്ലോസ്ലി ലിങ്ക് വിത്ത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്. നിങ്ങളുടെ ആൻസറിന്റെ ഒക്കെ ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ആൻസറിന്റെ ഒക്കെ കൺക്ലൂഷനിൽ ഈ സെൻസ് കൊടുക്കുക, നല്ലതായിരിക്കും. പുറത്തേക്ക് ഡെവലപ്മെന്റ് പ്രധാനപ്പെട്ട പേരാണ് ഡെൽഹൈംസ്, മറന്നുപോലെ ഡെൽഹൈംസ് എന്നുള്ള പേര് മറക്കല്ല. അതേപോലെ E.B. ടൈലറിന്റെ കാര്യം ഓർക്കുക, കോംബ്ലിന്റെ കാര്യം ഓർക്കുക, മലിനോസ്കിയുടെ കാര്യം ഓർക്കുക കേട്ടോ. ഇവരുടെയൊക്കെ തിയറീസ് ഓർക്കുക. പിന്നെ അതേ ടേം പേര് ഓർക്കുക. അതേപോലെ തന്നെ നമ്മൾ സബ് ബ്രാഞ്ചസ് കുറെ കണ്ടു, സബ് ബ്രാഞ്ചസിനെ പറ്റി ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻലി ലിംഗ്വിസ്റ്റിക് ആന്ത്രപ്പോളജിയുടെ. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു എ ന്യൂ ടേം ആക്ഷൻ ആന്ത്രപ്പോളജി. ആക്ഷൻ ആന്ത്രപ്പോളജി 2 ടോപ്പിക്കുകളേ ഉള്ളൂ ക്ലാസ്, അതിന്റെ 12 മണിയാകുമ്പോൾ നിർത്തും ഞാൻ. ഓക്കെ, ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേം ആണ്, ടോപ്പിക്കാണ് ആക്ഷൻ ആന്ത്രപ്പോളജി. ആക്ഷൻ ആന്ത്രപ്പോളജി എന്ന് പറയുമ്പോൾ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ഡയറക്ട്ലി ഒരു സൊസൈറ്റിനെ, അല്ലെങ്കിൽ അവർ ഒരു ട്രൈബൽ സൊസൈറ്റി എടുക്കാം. അപ്പോൾ ട്രൈബൽ സൊസൈറ്റിനെ ഡയറക്ട്ലി അവര് ഒരു റോള് പ്ലേ ചെയ്യാണ്, ഹെൽപ്പ് ചെയ്യാനായിട്ട് കേട്ടോ. നോട്ട് ഹെൽപ്പ്, അതായത് അവരുടെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി ഡയറക്ട്ലി എന്തെങ്കിലും റോൾ ചെയ്യണം. ഒന്നെങ്കിൽ ഗവൺമെന്റ് ഏതെങ്കിലും വെൽഫെയർ സ്കീം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്ട്ലി എന്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ഒരു ആക്ടിവിസ്റ്റ് ആയിട്ട് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യാം. കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും NGOയുടെ ഹെൽപ്പ് വെച്ചിട്ടോ, ഏതെങ്കിലും നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ഹെൽപ്പ് വെച്ചിട്ടോ, എങ്ങനെയെങ്കിലും അവര് ആ സൊസൈറ്റിയുടെ വെൽഫെയറിന് വേണ്ടി, എഡ്യൂക്കേഷന് വേണ്ടി, ഹെൽത്തിന് വേണ്ടി ഒക്കെ ഡയറക്ട്ലി, ഇന്നത്തെ ഞാൻ പറയുന്ന ടേം മറന്നുപോലെ ഡയറക്റ്റ് ആയിട്ടുള്ള റോളാണ്. അതായത് ഒരു ആന്ത്രപ്പോളജിസ്റ്റ് he or she is playing a direct role in the upliftment and development of that particular society, that particular tribal society. സോ ഇതിനെയാണ് നമ്മൾ ആക്ഷൻ ആന്ത്രപ്പോളജി എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനൊരു ടേം പോയിന്റ് ചെയ്തത് സോൾ ടാക്സ് പറഞ്ഞിട്ട് അമേരിക്കൻ, പേര് മറന്നുപോലെ സോൾ ടാക്സ് അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റ് ആണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് ടു യൂസ് ദി കൺസെപ്റ്റ് ഓഫ് ആക്ഷൻ ആന്ത്രപ്പോളജി. അത് യൂസ് ചെയ്തത് 1957 ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്തത്. അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ an action anthropology involves themselves ultimately with a social problem and pursue the study in the context of action anthropologist and accept the problem of their own and process through trial and error methods. അതായത് അവരൊരു പ്രശ്നം സൊസൈറ്റിയിൽ മനസ്സിലാക്കും, അത് അവരുടെ തന്നെ പ്രശ്നമായിട്ട് അവർ കാണും, എന്നിട്ട് എന്ത് ചെയ്യും, അവര് ഒരു എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്ത് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാണ് ഒരു ആക്ഷൻ ആന്ത്രപ്പോളജി കേട്ടോ. ദേ ആർ ദംസെൽസ് ഇൻവോൾവ്, അവർ തന്നെ ഇൻവോൾവ് ആണ്. എന്തിനു വേണ്ടി? ഡെവലപ്മെന്റ് ഓഫ് പോളിസി, അല്ലെങ്കിൽ അവര് പ്ലാനിങ്, അല്ലെങ്കിൽ ആ സൊസൈറ്റിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ ഡയറക്ട്ലി ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്.
അത് ഓർക്കുക കേട്ടോ, ഒരു ആക്ഷൻ ആന്ത്രപ്പോളജിസ്റ്റ്. അതായത് വേറെ ആരും ഡിപ്പെൻഡന്റ് അല്ല, അവർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നോളജ് യൂസ് ചെയ്യുന്നത്. അവർ അത്രയും നാളും ഫീൽഡ് സ്റ്റഡി നടത്തിയിട്ടുണ്ടാവും, ആ നോളജ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവര് മെയിൻലി. ഫണ്ടിന് വേണ്ടി ചിലപ്പം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ബട്ട് ദേ ആർ ഡയറക്ട്ലി കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അവർ തന്നെയായിരിക്കും. എക്സാമ്പിൾ വെരിയർ എൽവിൻ ഒരു ആക്ഷൻ ആന്ത്രപ്പോളജിസ്റ്റ് ആണ്. വെരിയർ എൽവിൻ എന്ന ടീച്ചർ നമ്മൾ പിന്നെ പഠിക്കും. ഇന്ത്യൻ ആന്ത്രപ്പോളജിസ്റ്റ് ആണ് അദ്ദേഹം. ബൈഗാസ് എന്ന ട്രൈബ് ഉണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വെരിയർ എൽവിൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണ് ചെയ്തത്, എന്താണ് സംഭവം എന്നൊക്കെ നമ്മൾ പിന്നീട് പേപ്പർ 2-ലാണ് ഇതൊക്കെ പഠിക്കുന്നത് കേട്ടോ. തൽക്കാലം ഒരു എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഓർത്ത് വയ്ക്കുക. വെരിയർ എൽവിൻ ഈസ് ആൻ ഇന്ത്യൻ ആന്ത്രപ്പോളജിസ്റ്റ്. അദ്ദേഹത്തിന്റെ ബൈഗാസ് എന്ന് പറഞ്ഞിട്ടൊരു ട്രൈബ്സിനെ പറ്റിയുള്ള സ്റ്റഡി, അല്ലെങ്കിൽ അദ്ദേഹം ആ ട്രൈബ്സിനെ സോഷ്യോ എക്കണോമിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ബെറ്റർ ആക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി അത് ഓർത്ത് വയ്ക്കാം, ആക്ഷൻ ആന്ത്രപ്പോളജിസ്റ്റ്. ഓക്കെ. സോൾടാക്സ് എന്ന് പറയുമ്പോൾ, സോൾടാക്സ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആക്ഷൻ ആന്ത്രപ്പോളജി സിമിലർ ടു ക്ലിനിക്കൽ മെത്തേഡ്. ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഒരു ക്ലിനിക്കൽ മെത്തേഡ് പോലെ തന്നെയാണ് ആക്ഷൻ. കാര്യം എന്ന് വെച്ചാൽ ഇത് എ ക്ലിനീഷ്യൻ കണ്ടിന്യൂസ്ലി ഇംപ്രൂവ്സ് ഹിസ് ഡയഗ്നോസിസ് വിത്ത് റെമഡീസ്. ഓക്കെ. അതേപോലെ തന്നെ ആന്ത്രപ്പോളജിസ്റ്റ്, ആ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് എന്തെങ്കിലും ഡിസീസ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോം ഓഫ് ഡിസീസ് ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം ഇഷ്യൂ സോഷ്യോ എക്കണോമിക് ആയിരിക്കും, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ഡിസീസ് ഉദ്ദേശിക്കുന്ന ഇവിടെ സോഷ്യൽ ഇഷ്യൂസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു ആക്ഷൻ ആന്ത്രപ്പോളജിസ്റ്റ് എന്ത് ചെയ്യും, ഒരു മെഡിക്കൽ ഡോക്ടറിനെ പോലെ തന്നെ ആ സൊസൈറ്റിയുടെ ഡോക്ടർ ആണല്ലോ ആക്ഷൻ ആന്ത്രപ്പോളജിസ്റ്റ്. എന്ന് സോൾടാക്സ് കമ്പയർ ചെയ്ത് ഒരു ക്ലിനിക്കൽ മെത്തേഡുമായിട്ട് എന്ത് ചെയ്തു കമ്പയർ ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നോ പിൽ ഫോർ എവരി, അതായത് റോൾ ഓഫ് ലോക്കൽ നോളജ്. സംഭവം ഇത്രേ ഉള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ, ഒരു ആന്ത്രപ്പോളജിസ്റ്റിനെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ലോക്കൽ നോളജ്. എന്റെ ചോദ്യം ഇതാണ്, ഒരു ആന്ത്രപ്പോളജിസ്റ്റിന് എങ്ങനെയാണ് ഒരു സൊസൈറ്റീനെ എങ്ങനെ ഒരു സൊസൈറ്റീനെ പർട്ടിക്കുലർലി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടായിരിക്കും? വൈ ആന്ത്രപ്പോളജിസ്റ്റ്? ഏതെങ്കിലും ഒരു ട്രൈബൽ സൊസൈറ്റി, എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരു ട്രൈബൽ സൊസൈറ്റി, വൈ ആന്ത്രപ്പോളജിസ്റ്റ് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് പറയും? ആരെങ്കിലും ഉണ്ടോ, അതോ എല്ലാരും ഉറങ്ങുമോ? വിഷ്ണു അവിടെ ഉണ്ടോ? ഉണ്ട് സർ. പറഞ്ഞോളൂ. വൈ ആൻ ആന്ത്രപ്പോളജിസ്റ്റ്, ആക്ഷൻ ആന്ത്രപ്പോളജിസ്റ്റ് എന്തുകൊണ്ട് ആന്ത്രപ്പോളജിസ്റ്റ്? സർ, പ്രോബ്ലം ഉദ്ദേശിക്കുന്നത് എന്ത് ടൈപ്പാണ്? എന്തെങ്കിലും സോഷ്യൽ ഇഷ്യൂ, സോഷ്യലായിട്ടൊരു പ്രോബ്ലം, എന്തോ ആയിക്കോട്ടെ, എനി ഫോം ഓഫ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ദാറ്റ് സൊസൈറ്റി. ഫോർ എക്സാമ്പിൾ, അവർ സോഷ്യൽ എക്കണോമിക്കലി ഭയങ്കര ബാക്ക്വേർഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് പട്ടിണിയാണ് ആ ഒരു സൊസൈറ്റിയിൽ, അവർ ഹണ്ടിങ് ഗ്യാതറിങ് ആയിരുന്നു ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹണ്ട് ചെയ്യാനോ ഗ്യാദർ ചെയ്യാനോ ഒന്നും ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സൊസൈറ്റി ആണ് വിചാരിക്കുക. ഇതെല്ലാം ഉണ്ടോ പറയാൻ? ഇല്ല സർ. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ? യൂസർ ആരാ? യൂസർ ബീനയാണോ? ബീനയാണ്. പറഞ്ഞോ ബീന. ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സണെ കുറിച്ച് 360 ഡിഗ്രിയിൽ പഠിച്ചിട്ടാണ് അവരവരുടെ സൊസൈറ്റി കുറിച്ചിട്ടും കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്നും സോഷ്യൽ ഇഷ്യൂസ് എന്താണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ അതിന് സൊല്യൂഷൻ കണ്ടെത്താനും അവരെ കൊണ്ട് പെട്ടെന്ന് പറ്റും. അപ്പം ഇതിൽ പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് ഇത് ബീന പറഞ്ഞ പോലെ തന്നെ ഒരു
360 ഡിഗ്രിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്കാണ് കേട്ടോ. ഫീൽഡ് വർക്ക്, പ്രോപ്പർ ഫീൽഡ് വർക്ക് ഉണ്ട്, അതായത് ലോക്കൽ നോളജ് ഉണ്ട്. ഒരു ഫോർ എക്സാമ്പിൾ ബൈഗാസ് ട്രൈബിനെ പറ്റി പഠിച്ചത് എൽവിനാണ്, വേറെ എൽവിൻ തന്നെയാണ് എൽവിൻ. ഈ എൽവിൻ പോയി പഠിച്ചത് ഒരു ഫീൽഡ് വർക്ക് അപ്രോച്ചിലാണ് പഠിക്കുന്നത്, മനസ്സിലായില്ലേ? ഒരു ഫീൽഡ് വർക്ക് അപ്രോച്ച് പഠിക്കുമ്പോൾ എൽവിൻ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി സൊസൈറ്റി ഇൻ എ ഡീറ്റെയിൽഡ് മാനർ. അവരുടെ കൾച്ചർ, അവരുടെ ലാംഗ്വേജ്, അതേപോലെ തന്നെ അവരുടെ എന്തുകൊണ്ടാണ് അവര് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഒരു ആക്ഷൻ ആന്ത്രോപോളജിസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെ വെൽഫെയർ മെഷേഴ്സ് പുറത്തു കൊണ്ടുവരികയാണെങ്കിലും ആ സൊസൈറ്റിയുടെ കൾച്ചർ മാറിപ്പോകും. കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ട്രഡീഷൻസ് ഒക്കെ എന്തായിരിക്കണം, പഴയതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റണം. മനസ്സിലായോ? They have to preserve the culture traditions happening in that society. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ആന്ത്രോപോളജിസ്റ്റിന് മാത്രമേ പറ്റുള്ളൂ. കാര്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫീൽഡ് വർക്കിനകത്തൂടെ മാത്രമേ അവരുടെ കൾച്ചറും അവരുടെ ട്രഡീഷൻസും ഒക്കെ പ്രോപ്പർലി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ എന്തെങ്കിലും വെൽഫെയർ മെഷേഴ്സ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ, പുറത്തുനിന്ന് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ അത് അവിടെ അപ്ലൈഡ് ആണെങ്കിൽ തന്നെ ആ സൊസൈറ്റിനെ കംപ്ലീറ്റ്ലി അത് മാറ്റാനൊന്നും പാടില്ല. ബട്ട് അവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പോവർട്ടിയോ അല്ലെങ്കിൽ ലോ എഡ്യൂക്കേഷൻ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. ബട്ട് ദ ട്രഡീഷൻസ് ഹാസ് ടു സ്റ്റേ ഇൻടാക്ട്. മനസ്സിലായി? ഒരേ സമയം ട്രഡീഷൻസും കൾച്ചറും ഒക്കെ പ്രിസർവ് ചെയ്യുകയും വേണം, അതേസമയം എന്തായിരിക്കണം, സോഷ്യോ എക്കണോമിക്കലി അവരുടെ ഇഷ്യൂസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുകയും വേണം. അതിനെപ്പോഴും ഒരു ആന്ത്രോപോളജിസ്റ്റ് തന്നെയാണ് മെയിൻ അതിൻ്റെ ഒരു കാരണം. ഒരു ഫീൽഡ് വർക്ക് അപ്രോച്ചാണ് നമ്മള് കേട്ടോ. അതായത് നമ്മൾ ഫീൽഡ് വർക്ക് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ലോക്കലായിട്ടുള്ള എല്ലാ സൊല്യൂഷൻസും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടെ ബെറ്റർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നിങ്ങള് ഇരിക്കുന്ന ഡിസ്ട്രിക്ട്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരികയാണ്, നിങ്ങളുള്ള ഡിസ്ട്രിക്ട്, ഇപ്പം ബീന ഉള്ള ഡിസ്ട്രിക്ട് ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രത്തെ ഇഷ്യൂസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ബീനയ്ക്ക് തന്നെ. അപ്പൊ അതേപോലെ ഓർത്ത് വെക്കാം, എങ്ങനെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് ആ സൊസൈറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇഷ്യൂസ് കുറച്ചുകൂടെ ബെറ്റർ ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് മറ്റ് കാര്യങ്ങൾ. ആൻഡ് ഒരു ആക്ഷൻ ആന്ത്രോപോളജിസ്റ്റിന്റെ പ്രധാനപ്പെട്ട മോട്ടിവേഷൻസ്, രണ്ട് ക്രിട്ടിക്കൽ ഗോൾസ് എന്ന് പറയുമ്പോൾ, ഒന്ന് ഒരു ഡിസയർ ഉള്ള ആരായിരിക്കണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഡിസയർ ഉള്ള ആരായിരിക്കും ഈ ആക്ഷൻ ആന്ത്രോപോളജിസ്റ്റ്. അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അത് ജസ്റ്റ് ഒരു സൊസൈറ്റിയെ പറ്റി പഠിച്ചിട്ട് പോയൊരു സാധാ ആന്ത്രോപോളജിസ്റ്റിനെ പോലെ അല്ല, രാത്രി പഠിച്ചു കഴിഞ്ഞ ഒരു എമ്പതി തോന്നും ചിലപ്പോൾ, അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനൊരു ഡിസയർ ഉണ്ടാകാം. ഓക്കെ. അതേപോലെ തന്നെ ആ ആൾക്ക് ആ പ്രോസസ്സിനകത്ത് എന്തെങ്കിലും പഠിക്കാനും പറ്റണം കേട്ടോ. അതായത് ഈ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പ്രോസസ്സിനകത്ത് എന്തെങ്കിലും പുതിയൊരു ലേണിംഗ് കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളായിരിക്കും എന്ത് ചെയ്ത് ഒരു നല്ലൊരു ആക്ഷൻ ആന്ത്രോപോളജിസ്റ്റ്. അപ്പൊ ഒരു ആക്ഷൻ ആന്ത്രോപോളജിസ്റ്റിന്റെ ഒരു രണ്ട് ഡിലേമ എന്ന് പറയുമ്പോൾ, ഒന്ന് വെൽഫെയർ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ കൾച്ചർ ഇൻടാക്ട് ആയിരിക്കും. ഇൻടാക്ട് എന്ന് പറയുമ്പോൾ മാറ്റാൻ പാടില്ല, അവിടെ കൾച്ചറൽ പ്രാക്ടീസും ട്രഡീഷൻസ് ഒക്കെ അതേപോലെ ഇരിക്കുകയും വേണം. എന്നാൽ അതേസമയം എന്ത് വേണം, വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് വെൽഫെയർ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ആക്ഷൻ ആന്ത്രോപോളജിസ്റ്റിന്റെ പ്രധാനപ്പെട്ട. അപ്പം ഇനിയും മറ്റൊരു ടേം ഓർത്ത് വയ്ക്കുക, അപ്ലൈഡ് ആന്ത്രോപോളജി കേട്ടോ. അപ്പൊ ഈ ആക്ഷൻ ആന്ത്രോപോളജി അപ്ലൈഡ് ആന്ത്രോപോളജിനോട് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം, ഡിഫറൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ചോദിക്കണം. ഓക്കെ. അപ്പം അപ്ലൈഡ് ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ ആക്ഷൻ ആന്ത്രോപോളജി ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മനസ്സിലാക്കുക. രണ്ടുപേരും സോഷ്യൽ വെൽഫെയർ തന്നെയാണ്, രണ്ടുപേരും ഒരു സൊസൈറ്റിയുടെ സോഷ്യോ എക്കണോമിക്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ആള് ഡയറക്ട്ലി ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അന്നേരം തൊട്ട് പറയുന്നത് ഈ ഡയറക്ട്ലി എന്നുള്ള ടേം മറന്നു പോകുന്നത്. ആക്ഷൻ പറയുമ്പോൾ ഡയറക്ട്ലി ഈ ആന്ത്രോപോളജിസ്റ്റ് തന്നെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ അപ്ലൈഡ് എന്ന് പറയുമ്പോൾ ഒരു ആന്ത്രോപോളജിസ്റ്റ് ഫോർ എക്സാമ്പിൾ ഡയറക്ട്ലി അവർ റോൾ ചെയ്യില്ല, പക്ഷെ അവർ പോളിസിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഗവൺമെന്റിനെയൊക്കെ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പോളിസി ഉണ്ടാക്കുന്നു, ട്രൈബൽ വെൽഫെയറിന് വേണ്ടി ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പോളിസി വരുന്നുണ്ട്, ഒരു സ്കീം കൊണ്ടുവരുന്നു, ട്രൈബൽ വെൽഫെയർ. ഇന്ത്യയിലുള്ള ട്രൈബൽ സൊസൈറ്റിനൊക്കെ വേണ്ടി ഡെവലപ്മെന്റിന് വേണ്ടി ഒരു സ്കീമോ അല്ലെങ്കിൽ ഒരു വെൽഫെയർ പോളിസി കൊണ്ടുവരുന്ന വിചാരിക്കുക. അപ്പൊ പോളിസി വരുന്നതിന് മുന്നേ ഈ ഗവൺമെന്റ് എന്ത് ചെയ്യും, ആന്ത്രോപോളജിസ്റ്റിനെ ചിലപ്പം കൺസൾട്ട് ചെയ്യും. ആന്ത്രോപോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യും. എന്തിനായിരിക്കും? അവരുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയനും
അവരുടെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഈ വെൽഫെയർ പോളിസീസിലൊക്കെ എന്ത് ചെയ്യാം, കുറെ സജഷൻസ് ഗവൺമെന്റിന് കൊടുക്കാം. വെൽഫെയർ പോളിസീസിലൊക്കെ ഗവൺമെന്റ് കുറെ സജഷൻസ് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ സജഷൻസ് യൂസ് ചെയ്തിട്ട് കുറച്ച് ബെറ്റർ പോളിസീസ് ഒക്കെ ആർക്ക് മേക്ക് ചെയ്യാം, ഗവൺമെന്റിന് മേക്ക് ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ ആണ്. ഗവൺമെന്റ് തന്നെ വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇത് ഗവൺമെന്റ് പറയും ഇതൊരു NGO ആയിരിക്കാം, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഒരു ലോക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, ട്രൈ ഫണ്ട് പോലെ ആർക്ക് വേണമെങ്കിലും ആവാം, ആര് വേണമെങ്കിലും. പക്ഷെ ആന്ത്രോപോളജിസ്റ്റിന്റെ റോൾ സജസ്റ്റീവ് റോൾ മാത്രമേ ഉള്ളൂ. അവർ ഡയറക്റ്റ്ലി അതിനകത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, റോള് വഹിക്കുന്നില്ല. അപ്പം ഡയറക്റ്റ്ലി ഈ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഇംപ്ലിമെന്റഡ് ആവണമെന്നില്ല. ഇവർ പറയുന്ന പോലെയാണ് ഗവൺമെന്റ് ആണ് അവസാനത്തെ ഒരു സേ, അല്ലെങ്കിൽ ആ ഏത് അതോറിറ്റി ആണോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ഫൈനൽ സേ ഉള്ളത്. ബട്ട് ദേ ആർ ജസ്റ്റ് ടേക്ക് ദ ഒപ്പീനിയൻസ് ഓഫ് ദീസ് പീപ്പിൾ ബിഫോർ ഡൂയിങ് ദിസ്. അതിനെയാണ് നമ്മൾ അപ്ലൈഡ് ആന്ത്രോപോളജി എന്ന് വിളിക്കുന്നത്. അതായത് ആന്ത്രോപോളജിക്കൽ നോളജ് നമ്മൾ പോളിസി മേക്കിങ്ങിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെ അപ്ലൈഡ് ആന്ത്രോപോളജി എന്ന് വിളിക്കുന്നത്. പക്ഷെ ഒരു ആക്ഷൻ ആന്ത്രോപോളജിസ്റ്റ് ആണെങ്കിൽ ആന്ത്രോപോളജിസ്റ്റ് ഡയറക്ട്ലി ആണ് എന്ത് ചെയ്യുന്നത്, വെൽഫെയർ മെഷേഴ്സ് ചെയ്യുന്നത്, എടുക്കുന്നത്. ഈ ഡിഫറൻസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് അപ്ലൈഡ് ആന്ത്രോപോളജി. അപ്പൊ അപ്ലൈഡ് ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ can define it as organized interaction between professionals and anthropologists and policy making bodies, both പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ. അങ്ങനെയുള്ള പോളിസി മേക്കിംഗ് ബോഡീസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ആന്ത്രോപോളജിസ്റ്റ് ഒരു ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ നടത്തുന്നു. അതിനെയാണ് അപ്ലൈഡ് ആന്ത്രോപോളജി. അപ്പം ആന്ത്രോപോളജിക്കൽ നോളജ് ഗവൺമെന്റ്, വോളണ്ടറി ഏജൻസീസ് ലൈക്ക് NGO, പ്രൈവറ്റ് ഏജൻസീസ് ഒക്കെ യൂസ് ചെയ്യും. എന്തിനു വേണ്ടി, ഒരു പർട്ടിക്കുലർ സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യക്ക് ട്രൈബൽ സപ്ലൈ ഉണ്ട്. ടാസ്ക് ഫോഴ്സ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ ഏരിയാസ് 1972 ടാസ്ക് ഫോഴ്സ് ഉണ്ടായിരുന്നു. അവരും പിന്നെ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ട്രൈബൽ ഡെവലപ്മെന്റ്, ഈ രണ്ട് ഗ്രൂപ്പുകൾ, ഈ രണ്ട് കമ്മിറ്റികൾ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്തത്, ട്രൈബൽ സപ്ലൈൻ ഉണ്ടാക്കിയത്. ട്രൈബൽ സപ്ലൈൻ ഉണ്ടാക്കിയത് ടാസ്ക് ഫോഴ്സ് ഓൺ ഡെവലപ്മെന്റ് ഓഫ് ട്രൈബൽ ഏരിയാസും അതേപോലെ തന്നെ അവരുടെ കൂടെ എക്സ്പെർട്ട് കമ്മിറ്റി ഓൺ ട്രൈബൽ ഡെവലപ്മെന്റ്, ഇവർ രണ്ടുപേരും കൂടെയാണ് എന്ത് ചെയ്തത്, ട്രൈബൽ സപ്ലൈൻ ഉണ്ടാക്കിയത്. ഇത് രണ്ടിനകത്തും, ഈ രണ്ട് കമ്മിറ്റിക്കകത്തും LP വിദ്യാർത്ഥിയും SC ഡുബെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആന്ത്രോപോളജിസ്റ്റ് ഉണ്ടായിരുന്നു. LP വിദ്യാർത്ഥി ആൻഡ് SC ഡുബെ, ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു ഈ ഒരു രണ്ട് എക്സ്പെർട്ട് കമ്മിറ്റിക്കകത്തും. അപ്പം അവരുടെ നോളജ് എന്ത് ചെയ്തു, പോളിസി മേക്കിംഗ് ട്രൈബൽ സപ്ലൈൻ ഉണ്ടാക്കുന്നതിൽ എന്ത് ചെയ്തു, ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഒരു എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യും. LP വിദ്യാർത്ഥി SC ഡുബിനെ പറ്റി നമ്മൾ പേപ്പർ 2 പഠിക്കും. ദേ ആർ ഇന്ത്യൻ ആന്ത്രോപോളജിസ്റ്റ്. ഡിഫറൻസസ്, അതായത് ആക്ഷൻ ആന്ത്രോപോളജിയും അപ്ലൈഡ് ആന്ത്രോപോളജിയുള്ള ഡിഫറൻസസ് ഓർത്ത് വയ്ക്കാം. അപ്ലൈഡ് ആൻഡ് ആക്ഷൻ, അത് ഡിഫറൻസ്. സോൾ ടാക്സ് ഓർമ്മ അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു, അദ്ദേഹമാണ് ആക്ഷൻ ആന്ത്രോപോളജി ടേം കോയിൻ ചെയ്തത് കേട്ടോ. അപ്പൊ അദ്ദേഹം തന്നെ 3 ഡിഫറൻസസ് പറയുന്നുണ്ട്. ഒന്ന്, ആക്ഷൻ ആന്ത്രോപോളജിക്ക് കുറച്ച് പാർട്ടിസിപ്പേറ്റീവ് ആണ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആന്ത്രോപോളജിസ്റ്റ് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് മോർ പാർട്ടിസിപ്പേറ്റീവ്. ഓക്കെ, അതേസമയം അപ്ലൈഡ് ആന്ത്രോപോളജി റെഡിമെയ്ഡ് സൊല്യൂഷൻ ആണ്. അതായത് ലോക്കൽ നോളജ് ഒന്നും അത്ര ഉണ്ടാവില്ല. കാര്യം ഫീൽഡ് വർക്ക് ചെയ്ത് ആ സൊസൈറ്റിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ലോക്കൽ സൊല്യൂഷൻ അല്ല കൊടുക്കുന്നത്. റാദർ ഗവൺമെന്റ് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള പോളിസികളായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ അത്രയും ലോക്കലൈസ്ഡ് ആവാൻ ചാൻസ് ഇല്ല. ഒരു ആക്ഷൻ ആന്ത്രോപോളജിക്ക് മാസ്റ്റർ ഇല്ല. അതായത് എന്താ പറഞ്ഞു വരുന്നത്, മാസ്റ്റർ ഇല്ലാത്തതിന്റെ കാരണം എന്താ, അദ്ദേഹം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, പോളിസി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അല്ലാതെ ഗവൺമെന്റ് വേറെ ആരെങ്കിലും അല്ല. ഹി ഓർ ഷീ ഡസ് നോട്ട് ഹാവ് എ മാസ്റ്റർ കേട്ടോ. അതായത് ഹി ഓർ ഷീ വർക്ക്സ് എസ് എ മെമ്പർ ഓഫ് ദി ലോക്കൽ കമ്മ്യൂണിറ്റി. ആ ലോക്കൽ കമ്മ്യൂണിറ്റി മെമ്പറായിട്ട് വർക്ക് ചെയ്ത് അവരിലായിട്ട് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ അപ്ലിഫ്റ്റ്മെന്റ്. ആക്ഷൻ ആന്ത്രോപോളജി മസ്റ്റ് ബി എ തിയറട്ടിക്കൽ ആന്ത്രോപോളജിസ്റ്റ്. ഒരു ബാക്ക്ഗ്രൗണ്ട് നിൽക്കേണ്ട ഒരാളായാൽ പാടില്ല ആക്ഷൻ ആന്ത്രോപോളജി. പക്ഷെ അപ്ലൈഡ് ആന്ത്രോപോളജിസ്റ്റ് അത് മതി, ബാക്ക്ഗ്രൗണ്ട് നിന്നാൽ മതി. അവര് പ്രാക്ടീസിലേക്ക് വരണമെന്നില്ല, തിയറട്ടിക്കലായിട്ട് മുന്നിലോട്ട് വരണമെന്നില്ല കേട്ടോ. അപ്പൊ അതാണ് മറ്റൊരു ഡിഫറൻസ്. അപ്പൊ ഇത്രയും ഡിഫറൻസ്. അപ്പൊ ഞാൻ എന്റെ ചോദ്യം ഇതാണ്, ഇൻ ഓർഡർ ടു ഹെൽപ്പ് ഡെവലപ്പ് എ സൊസൈറ്റി, വിച്ച് വൺ ഈസ് ബെറ്റർ, ആക്ഷൻ ഓർ അപ്ലൈഡ്? ഇതിലേതാണ് ബെറ്റർ സ്ട്രാറ്റജി ഇൻ ഓർഡർ ടു ഡെവലപ്പ് എ സൊസൈറ്റി? ആക്ഷൻ ആന്ത്രോപോളജിസ്റ്റ് ആണോ,
എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുക. അവർ കൂടുതൽ ഒരു ഫീൽഡിൽ പോയി സ്റ്റഡി ചെയ്ത് അവരെ കുറച്ചുകൂടെ അധികമായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആക്ഷൻ ആയിരിക്കും കൂടുതൽ പറ്റുന്നത്. ഓക്കെ, അത് തന്നെയാണ് കാര്യം. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. ആക്ഷൻ ആൻഡ് അപ്ലൈഡ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ്. ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അപ്ലൈഡ് ആന്ത്രപ്പോളജി ആക്ഷൻ ആന്ത്രപ്പോളജിനുള്ള ഒരു ഡിഫറൻസ് ഞാൻ കുറച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി, വായിച്ചാൽ മനസ്സിലാവും. ഒന്നൊരു ഔട്ട്സൈഡർ വ്യൂ ഉണ്ടാവും അപ്ലൈഡ് ആകുമ്പോൾ. ആക്ഷൻ ആകുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. ഔട്ട്സൈഡർ വ്യൂസ് കുറവായിരിക്കും. റോൾ ഓഫ് ആന്ത്രപ്പോളജി പാർഷ്യൽ ആയിരിക്കും. ആന്ത്രപ്പോളജിന്റെ റോള് പാർഷ്യൽ ആയിരിക്കും അവിടെ അപ്ലൈഡ് വരുമ്പോൾ. ആക്ഷൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും ആന്ത്രപ്പോളജിസ്റ്റിന്റെ. അത് തന്നെയാണ് ജസ്റ്റ് വായിച്ചാൽ. ഓക്കെ, ഇപ്പൊ ബോത്ത് അപ്ലൈഡ് ആൻഡ് ആക്ഷൻ ആന്ത്രപ്പോളജി രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ക്രിസ്റ്റൈൻ ട്രഡീഷൻസ്, അതായത് നമ്മുടെ ട്രഡീഷൻസും ഒരു കൾച്ചറിലെ ട്രഡീഷൻസും ഒക്കെ മാറാതെ അതേപടി കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ എന്തായിരിക്കും നമുക്ക് ഇച്ചിരി ബെറ്റർ ഏതായിരിക്കും? ആക്ഷൻ ആന്ത്രപ്പോളജി ആയിരിക്കും. കാര്യം അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ആ ലോക്കൽ കൾച്ചർ കീപ്പ് ചെയ്യാൻ അവർ ശ്രമിക്കും. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. പിന്നെ ഏഞ്ചല ചീറ്റർ പറഞ്ഞത് ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ദ ആന്ത്രപ്പോളജിക്കൽ അപ്രോച്ച് ദാറ്റ് മസ്റ്റ് ബി പ്രൊമോട്ടഡ്. അപ്പൊ എനിവൺ വില്ലിംഗ് ടു വർക്ക് ഫോർ ദി ബെനിഫിറ്റ്, സൊസൈറ്റിയുടെ ബെനിഫിറ്റ് വേണ്ടി വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള ആരുണ്ടെങ്കിലും ഹി ഓർ ഷീ ക്യാൻ ബിക്കം ആൻ ആക്ഷൻ ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് ഏഞ്ചല ചീറ്റർ പറഞ്ഞുണ്ടായി. ആ കോട്ട് ഓർത്ത് ഇത് വേണമെങ്കിൽ കൺക്ലൂഷനിൽ യൂസ് ചെയ്യാം. ആക്ഷൻ ആന്ത്രപ്പോളജിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ആക്ഷൻ അപ്ലൈഡ് കമ്പയർ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഇത് കൺക്ലൂഷനിൽ യൂസ് ചെയ്യാം കേട്ടോ. കൺക്ലൂഷൻ 1 ഇപ്പൊ രണ്ടോട് ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ, ആക്ഷൻ ആൻഡ് അപ്ലൈഡ് ആന്ത്രപ്പോളജി ചോദിക്കുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അല്ല ഇപ്പം ആക്ഷൻ ആന്ത്രപ്പോളജി മാത്രം ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ കൺക്ലൂഷൻ യൂസ് ചെയ്യാം. കൺക്ലൂഷൻ 2. മനസ്സിലായല്ലോ? PYQs ആണ്, നോക്കിയാൽ മതി. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്ന്, അത് 1.1, 1.2, 1.3 ഇതിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. ജസ്റ്റ് അനലൈസ് ചെയ്യുക. നമ്മൾ ആ 3 ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, we will be taking up the chapter 2.1 നെക്സ്റ്റ് സെഷനിൽ. കൾച്ചർ ആണ് കേട്ടോ. കൾച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ പഠിക്കാതെ നിങ്ങൾക്ക് ആന്ത്രപ്പോളജി മുന്നോട്ട് മനസ്സിലാക്കാൻ പാടായിരിക്കും. അപ്പൊ കൾച്ചർ എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അത് എല്ലാവരും വരണം. ആ സെഷൻ എപ്പോഴാണെന്നുള്ളത് പറയും കേട്ടോ. താങ്ക് യു.